ഓക്കെ, എൻ്റെ കൺസെപ്റ്റിൽ ഒരു ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് എൻ്റെ. യൂട്യൂബിൽ നോക്കിയാൽ ഒരു 5-10 വീഡിയോസ് കാണാം. ഇപ്പൊ വിജില പറഞ്ഞ ഓൾമോസ്റ്റ് സെയിം സ്റ്റോറി മിക്കവാറും ആൾക്കാർക്ക് പറയാനുണ്ട്. കാരണം ഞാൻ സ്ഥിരമായിട്ട് കുറെ കൊല്ലങ്ങളായി, 20 വർഷമായിട്ട് ഈ പണി ചെയ്യുന്ന ആളാണ്. 2005 എൻ്റെ അടുത്ത് വന്ന ഒരു സ്ട്രെസ്, ഫാമിലി പ്രോബ്ലംസ്, ഫൈറ്റിംഗ് അറ്റ് ഹോം, അത്തരം കുറേ പ്രോഗ്രാം തുടങ്ങിയപ്പോഴാണ് സ്കൂൾ തുടങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്തത്. അവരുടെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു. ദുബായിൽ ആ കോണ്ടാക്റ്റിലാണ് എൻ്റെ അടുത്ത് ആ കുട്ടി വന്നത്. എനിക്ക് തോന്നുന്നു 3 മണിക്ക് രാവിലെയാണ് വന്നത് എൻ്റെ അടുത്ത്. കാരണം ഇരിങ്ങാലക്കുട അമ്പലത്തിൽ തൊഴാൻ പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ട് തൊഴാൻ പോയതാണ്. അന്ന് ഞാൻ ഇരിങ്ങാലക്കുടയാണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. ഞാൻ ചോദിച്ചത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചപ്പോൾ TTC ആണെന്ന് പറഞ്ഞു. അപ്പോൾ then I am starting. I called him. ഒരു 5 ലക്ഷം രൂപ അയച്ചു തരാൻ പറഞ്ഞു. ഐ വിൽ റീമോഡിഫൈ ദ ഹോൾ ഹൗസ്. അവർ താമസിക്കുന്ന വീട് റീമോഡിഫൈ ചെയ്തിട്ടാണ് അവിടെ തുടങ്ങിയത്. അതിൻ്റെ ഇന്റീരിയർ കോസ്റ്റഡ് 5 lakhs. പക്ഷെ 5 lakhs കൊണ്ട് അത് ആകെപ്പാടെ പുതിയൊരു ലുക്കിലേക്ക് മാറ്റി. I am an architect for, not by profession, but I am an architect for my own purpose. I do my own innovative activities. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, ആ ഇൻറ്റീരിയറിൽ എല്ലാം ഇന്നോവേറ്റീവാണ്. ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നൊരു കുട്ടി കരയില്ല, അതാണ് ഗ്യാരണ്ടി. ആദ്യമായിട്ടൊരു കുട്ടി സ്കൂളിൽ വരുമ്പോൾ കരയും സാധാരണ, പക്ഷെ ആ വീട്ടിലെത്തുമ്പോൾ കരയില്ല. കാരണം അത് സ്കൂളല്ല, വീടാണ്. പാരൻസിന് വേണമെങ്കിൽ അവിടെ കുറച്ച് സമയം ഇരിക്കാം, വേണ്ടെങ്കിൽ പോവാം. ഒരാളുടെ വീട്ടിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പം അവിടെ കൊണ്ടാക്കിയിട്ട് പോവില്ലല്ലോ. ഇപ്പം സാധാരണ സ്കൂൾ കൺസെപ്റ്റുകൾക്ക് ഡയഗണലി ഓപ്പോസിറ്റ് ആണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം ഒരു കുട്ടിയും ഒരു ടീച്ചറെ കൃത്യമായിട്ട് ഇഷ്ടപ്പെടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല കുട്ടികൾക്ക്. സോ ഐ ആം എഗെയിൻസ്റ്റ് യൂണിഫോം. ഐ ആം എഗെയിൻസ്റ്റ് ടീച്ചിങ്. പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ബുക്കുണ്ട്, അഡാപ്റ്റീവ് ലേണിംഗ്. 2005-06 എഴുതിയ ബുക്കാണ്, ഓൾമോസ്റ്റ് 20 years ബാക്ക്. അപ്പോൾ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് അഡാപ്റ്റീവ് ആവണം എന്നാണ്. ഞാൻ PhDക്ക് ക്ലാസ് എടുക്കുമ്പോഴും നഴ്സറിക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഒരേ സ്റ്റാൻഡേർഡിലല്ല സംസാരിക്കേണ്ടത്. അതെങ്ങനെ നമ്മളെ ആക്കിയെടുക്കാൻ പറ്റും, ഓരോരാളുടെ ഗ്രൂപ്പ് അനുസരിച്ചിട്ട് ഞാൻ എങ്ങനെ അഡാപ്റ്റീവ് ആവും എന്നുള്ളതാണ് ബുക്കിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ ബുക്ക് എഴുതുന്ന കാലത്ത് തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതും ഞാൻ പഠിക്കുന്നതും ഞാൻ റിസർച്ച് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ ഒരേ സംഭവമാണ്. അത് നോക്കിയാൽ കാണാം. ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ഡോക്ടർ TPS നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ 2005-06 അപ്പോൾ അതിൽ ഫർണിച്ചേഴ്സ് ഇല്ല. കുട്ടികൾക്ക് ഫർണിച്ചർ ഇഷ്ടമല്ല ഒരിക്കലും. കുട്ടികൾ ചെയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കില്ല, അവർ നിലത്തിരുന്ന് കളിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മുടെ ബേസിക് സിലബസ് പ്രകാരം ഇൻഫോർമൽ ലേണിംഗ് ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. പക്ഷെ ഒരു സ്ഥലത്തും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നടക്കില്ല. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് സിലബസ് പാടില്ല, എന്താണോ ലോക്കലൈസ്ഡ് റിക്വയർമെന്റ് അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റീവ് ആവണം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ടെക്നോളജിക്കൽ വാക്കുകളാണ്. അതാണ് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എങ്ങനെ അഡാപ്റ്റീവ് ആവണം? ഞാൻ മട്ടന്നൂർ പഠിപ്പിക്കുന്ന വിധത്തിൽ ആവരുത് തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നത്. അതാവരുത് ഞാൻ എൻ്റെ വില്ലേജിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ. ഇപ്പൊ ഞാൻ പാൻ ഇന്ത്യയുടെ പല ഭാഗത്തും മോഡൽ സ്കൂൾസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ പലരും പറയാറുള്ളത് ഒരു മോഡൽ സ്കൂൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കോപ്പി ചെയ്തുകൂടെയാണ്. അത് കോപ്പി ചെയ്താൽ പിന്നെ മോഡലാവില്ല. ഒരു യുണീക്ക്. ഇപ്പൊ വിജില ചെയ്യുന്ന സ്കൂളിനെ എങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് എൻ്റെ ഫിലോസഫി അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന വിജിലക്ക് തീരുമാനിക്കാം. അതേ സമയത്ത് വേറൊരു സിറ്റിയിൽ നടത്തുന്ന ഒരാൾക്ക് അവർക്ക് തീരുമാനിക്കാം അതെങ്ങനെ വേണം. ഇപ്പൊ നിങ്ങളുടെ 4 സ്റ്റാഫ്, ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയ 4 സ്റ്റാഫ് 11 കുട്ടികൾ. ഇറ്റ്സ് ഇംപോസിബിൾ ടു ഗെറ്റ് എൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ MBA ആണ്, ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ബിസിനസ് മോഡലില് ഒരിക്കലും വർക്കബിൾ ആവില്ല അത്. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോഗ്രാം ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാമാണ്. ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള സ്കൂൾസിലെ കുട്ടികൾക്കൊക്കെ
അവരുടെ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡേ കെയറിലേക്ക് വിടും. ഇതും നിങ്ങളുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഫെസിലിറ്റി ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. പിന്നെ കുറേ യൂത്ത് ഉണ്ടാവും ആ ഭാഗത്തൊക്കെ, ഗ്രാജുവേഷൻ കഴിഞ്ഞവര്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവര്, ജോലി ഇല്ലാത്തവര്, അവർക്കൊക്കെ 2-3 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദേ വിൽ ബിക്കം പാർട്ട് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ പാർട്ടാവുന്ന സമയത്ത് അവർക്കൊരു ബെനിഫിറ്റ് കിട്ടണം. ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരെ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആക്കുക എന്നുള്ളതാണ്. ആ അക്കാഡമിയിൽ ക്വാളിഫൈഡ് ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം അത് സ്റ്റാർട്ട് ഓഫ് ചെയ്യാണ്ടിരുന്നത്. ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, പല യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു അമേരിക്കൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എൻ്റെ കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്ത്യനൈസ്ഡ് സിസ്റ്റം ആവണം, കാരണം ആ യൂണിവേഴ്സിറ്റിയുടെ പേര് യോഗ യൂണിവേഴ്സിറ്റി എന്നാണ്. ആ യോഗ യൂണിവേഴ്സിറ്റിയിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്രേഡഡ് സിസ്റ്റം ആയിട്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് തുടങ്ങാം. അപ്പോൾ ഒരു 20 മണിക്കൂറിൻ്റെ ലെക്ചറും അല്ലെങ്കിൽ 5 മണിക്കൂറിൻ്റെ 10 മണിക്കൂറിൻ്റെ ലെക്ചർ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട്, ബാക്കി ഒരു 30-40 hours ഓഫ് ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 10-20 ദിവസം നിങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്യണം. അത് ചൈൽഡ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഐ വിൽ ഗിവ് എ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓൺ ഏർലി ചൈൽഡ് കെയർ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബേസിക്കലി ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ 20 കൊല്ലം പഴക്കമുള്ളൊരു സംഭവമാണ്. ആ കൺസെപ്റ്റിന് ഇപ്പം എനിക്കൊരു സർട്ടിഫിക്കേഷൻ ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ധൈര്യത്തിൽ ഐ ഗോ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞൊരു മാസം, അതിന് കഴിഞ്ഞിട്ട് ഹരിയാന, പഞ്ചാബ്. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത്തരം ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത്തരം സംഭവങ്ങൾ നടക്കില്ല. അത് നടക്കുന്നത് ഇപ്പം ഇതിനകത്തൊരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഗ്ലോബൽ ഫൗണ്ടേഷൻ ഫോർ ഏർലി ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ട് GFECER എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഒരു കോൺഫറൻസ് ആണ് ഈ 7-ാം തീയതി GMeet നടത്തുന്നത്. അതിൻ്റെ ചെയർമാനാണ് മസൂദ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ത്രീയാണ്. അവരുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ് കഴിഞ്ഞ വർഷം. അവരുടെ തന്നെയാണ് ഒരു നാഷണൽ ഫൗണ്ടേഷൻ ടീച്ചേഴ്സ് എന്ന് പറയുന്ന NFTI എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ റിസർച്ച് ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ അവരും ഓപ്പൺ ആണ് ഇത്തരം റിസർച്ചിന്. അവരിപ്പോൾ മട്ടന്നൂർ നിങ്ങളുടെ സ്കൂളിൽ ഒരാഴ്ച വന്ന് താമസിക്കണം എന്ന് പറഞ്ഞാൽ അവർ വരും, അവരുടെ സ്റ്റാഫൊക്കെ വരും. അവരിങ്ങനെ പറന്ന് നടന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരും നമ്മളും തമ്മിൽ തീരുമാനിച്ചിട്ടുള്ള സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വരുമ്പോൾ യു ഗെറ്റ് എ പാൻ ഇന്ത്യ എക്സ്പീരിയൻസ് വരും. അങ്ങനെയുള്ള ഓരോ സ്ഥലത്തും കിട്ടുന്ന ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടല്ലോ, ആ മോഡൽസിനെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടുമ്പോൾ അതെല്ലാം കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ PhD. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റാഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിന്റെ ഡോക്യുമെന്റേഷനും അവർ 3 സർട്ടിഫിക്കറ്റോ 4 സർട്ടിഫിക്കറ്റോ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗിവ് എ ഡിപ്ലോമ. ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് 4 സർട്ടിഫിക്കറ്റുകൾ ഡിപ്ലോമ, അത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. അതെല്ലാം കൂടി കഴിഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് നമുക്ക് ഡോക്യുമെന്റേഷനും ആവശ്യമുള്ള സംഭവങ്ങളും ഇന്നോവേഷനും ഒക്കെ എഴുതാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഡൂയിങ്. കാരണം ഐ ആം ദ ആചാര്യ ഫോർ ദറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഐ ക്യാൻ ഓഫർ എ PhD ഫോർ യു. ഇത് വെച്ചിട്ട് ഗവൺമെന്റ് ജോലി കിട്ടും എന്നല്ല പറയണത്, ബട്ട് യു ഗെറ്റ് ഡിഗ്നിഫൈഡ് ദാറ്റ് യു ഗോട്ട് ആൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ. നമ്പർ 1. നമ്പർ 2, ദർ ഈസ് അനദർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രം കാനഡ. അവർക്ക് അവിടുത്തെ ചൈൽഡ് കെയറും അവിടുത്തെ സൈക്കോളജിയും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾസും ഉണ്ട്. അപ്പോൾ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾസിലെ കുട്ടികൾക്ക് അവിടുത്തെ 12ാം ക്ലാസ് പഠിച്ചാൽ അവിടുത്തെ അഡ്മിഷൻ ഗ്രാജുവേഷന് കിട്ടുമ്പോൾ വളരെ എളുപ്പമാണ്. ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേഷൻ കാനഡയിൽ പോകുമ്പോൾ കൊടുക്കേണ്ട ഫീസ് അല്ല അവിടെ പഠിച്ച കുട്ടികൾക്ക് അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ പഠിച്ച കുട്ടികൾ IELTS-ഉം GRE-യും ഒക്കെ കൊടുത്താലാണ് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക. പക്ഷെ അവിടുത്തെ 12ാം ക്ലാസ് കിട്ടിയ കുട്ടികൾക്ക് ആ എക്സാമിനേഷൻ ഒന്നും വേണ്ട. അപ്പോൾ ആ എക്സ്പെൻസും അതിനുള്ള എഫേർട്ടും ഒക്കെ ചെറിയ പ്രായം മുതൽ ചെയ്തു കൊടുക്കുന്ന ഒരു സ്കൂൾ റൺ ചെയ്യേണ്ടവർ. ഇത്രയും കാലം 2-3 വർഷമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് റെഡി ടു സ്റ്റാർട്ട് ഇൻ ഇന്ത്യ. ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സെന്റർ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ്. ഞാനുമായിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. അവരും കൂടി ഉണ്ടെങ്കിൽ അത് ഗ്യാരണ്ടീഡ് അല്ല, കാരണം അവരുടെ ഫീസ് കുറച്ച് ഹയറാണ്. അപ്പോൾ ഞാൻ അഫോർഡബിൾ അല്ല, ഇന്ത്യൻ ഫീസ് ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചിരിക്കുകയാണ്. അത് കിട്ടുകയാണെങ്കിൽ
ഇപ്പം യൂത്ത് ആയിട്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് കനഡയിൽ സോഷ്യൽ കെയർ, സൈക്കോളജിക്കൽ പിന്നെ കൗൺസിലിങ്, അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ സ്കൂൾ കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും അവർക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കാവുന്ന, പക്ഷെ അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്ററും പിന്നെ പ്രാക്ടിക്കൽ സെൻറ്ററുമായിട്ട് മാറും നമ്മൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ വിൽ ബിക്കം മോർ ആക്റ്റീവ്. മൂന്ന് പ്രോഗ്രാംസ്. ഒന്ന് PhD വരെ ഒരാൾക്ക് വർക്ക് ചെയ്യാം. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി PhDക്ക് രജിസ്റ്റർ ചെയ്യാം. 2-3 കൊല്ലം കൊണ്ട് വർക്ക് ചെയ്തിട്ട് അവർ ചെയ്യുന്ന തിസിസ്, അതിനൊക്കെ ഇവാലുവേഷൻ സ്കീമൊക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ഫേക്ക് സർട്ടിഫിക്കറ്റ് ബൈ പേയിങ് മണി. ഇറ്റ്സ് എ ജെന്യൂൻ ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാം. അതിൻ്റെ നമ്മുടെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ സെൽഫിഷ്നെസ് എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ നടക്കില്ല എന്ന് ഉറപ്പായിട്ടുള്ള ഒരാളാണ്. അത് കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഇപ്പം മസൂദ എന്ന് പറയുന്ന ഈ 7-ാം തീയതി പ്രോഗ്രാം ഷീസ് കോർഡിനേറ്റിംഗ്. ആക്ച്വലി 14-ാം തീയതി ഞാൻ ഡൽഹി പോകുന്ന കോൺഫറൻസും കോർഡിനേറ്റ് ചെയ്യുന്ന മസൂദയാണ്. ആ മസൂദ നടത്തുന്ന സ്കൂളിൽ 400 പിള്ളേരുണ്ട്. എനിക്ക് എല്ലാ പിള്ളേരെയും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ റൺ ചെയ്യുന്നത് 5 ദിവസം, ഓരോ ദിവസം ഓരോ ബാച്ച് വൈസ് ആയിട്ടൊരു സ്ഥലത്തേക്ക് ഇരുത്തി മാറ്റി ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും സോഷ്യൽ സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നഴ്സറി 3-ാം ക്ലാസ്സിലെ കുട്ടികൾ, 3 വയസ്സുള്ള കുട്ടി മുതൽ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ ഏജ് 3 to grade 3 എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു 4 പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ 4 പുസ്തകത്തിൽ ഇത് എങ്ങനെ റൺ ചെയ്യണം എന്നാണ്. അതിൽ എന്തൊക്കെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കാം, അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ നോളജ് ഉണ്ടാവണം. കാരണം അപ്പോൾ നാട്ടിലാണെങ്കിൽ മലയാളം ശരിക്കും പഠിക്കണം. നാട്ടിൽ ഒരു 10 ഡിഫറെൻറ്റ് ഭാഷ സംസാരിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുവട്ടം ഉണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ 3-ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ഈ 8 ഭാഷകളും പഠിച്ചിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചേഴ്സിനും ഇതിനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് വളരെ എളുപ്പമാണ്. അതിനുള്ള ടെക്നിക്കുകൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ഒരു 6 ദിവസം 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ യു വിൽ ലേൺ അറ്റ്ലീസ്റ്റ് 3-4 ലാംഗ്വേജസ്. അതാണ് എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ. പിന്നെ നാരായണൻകുട്ടിയും വിജിലിയൊക്കെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ആം എൻ MS in psychotherapy and counseling. Okay, I have a master's in psychotherapy which is from a Western university but run by ബോംബെയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് നാഗാലാൻഡിലെ യൂണിവേഴ്സിറ്റി ആയിട്ട് അന്ന് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഐ ഗോട്ട് എ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഇന്ത്യനൈസ്ഡ് ഈസ്റ്റേൺ ഫിലോസഫിക്കൽ സൈക്കോളജിയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും തിയററ്റിക്കൽ സൈക്കോളജി നമ്മൾ പഠിക്കുന്നതല്ല പ്രാക്ടിക്കൽ. നമ്മുടെ കൺസെപ്റ്റും തോട്ട്സും അല്ല അമേരിക്കയിലെ കൺസെപ്റ്റും തോട്ട്സും. ബിക്കോസ് ഐ ഹാവ് ബീൻ എക്സ്റ്റെൻസീവ്ലി ട്രാവലിംഗ്. അമേരിക്കയിലൊക്കെ കുറേ കാലം താമസിക്കുകയും അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുകയും അവിടെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ലണ്ടനിലായാലും. ഇപ്പം ലണ്ടനിലൊക്കെ നമ്മൾ കുറേ ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനെ അവിടെ ടീച്ചേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഫിസിക്സ് ഡോക്ടർ TPS എന്ന് അടിച്ചാൽ അവിടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഫിസിക്സ് എങ്ങനെ പഠിപ്പിക്കാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ മകനെ അവിടെ ചേർത്തിട്ടുണ്ട് മാഷായിട്ട്. അവൻ തരുന്നൊരു ലെക്ചർ ഞാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. യു വിൽ വണ്ടർ, ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർ സംസാരിക്കാറ്. ഐ ആം 100% ഷുവർ നിങ്ങൾ അങ്ങനെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. നമ്മൾ അവരെ ലിഫ്റ്റ് ചെയ്തിട്ട് ആ ഹൈലിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്നതിന് കാരണം നമ്മളൊരു സ്പെസിഫിക് ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷെ നമ്മൾ ഇപ്പോഴും അവരെ ആ ഫ്രെയിം വർക്കിലേക്ക് മാറ്റുന്നില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ഫിലോസഫി, പുതിയ സിസ്റ്റം ഒക്കെ വേണം. അപ്പോൾ ടീച്ചേഴ്സും വളരെ വൈബ്രൻ്റ് ആവണം. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ഉടനെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ശാന്തേച്ചിക്കൊക്കെ നന്നായിട്ട് അറിയാം. ശാന്തേച്ചി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ മാത്സ് ടീച്ചറായിട്ട് റിട്ടയർ ആയിട്ടുണ്ടാവും. ഞാൻ പഠിക്കുന്ന കാലത്ത് റിട്ടയർ ആയ ടീച്ചറാണ്. പക്ഷേ എൻ്റെ ക്യാമ്പുകളിൽ മിക്കവാറും കോമൺ പ്രസൻസ് ഉള്ള ഒരാളാണ് ശാന്തേച്ചി. ഇപ്പം പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും. അങ്ങനെയാണ് നമ്മൾ വൈബ്രേഷൻ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ
അതുപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇപ്പം എൻ്റെ ചുറ്റും ഇരിക്കുന്നത് വൺ റെക്കോർഡിംഗ് ഈസ് ഹാപ്പണിംഗ് ഹിയർ, അനദർ റെക്കോർഡിംഗ് ഈസ് ഹാപ്പണിംഗ് ഹിയർ, അനദർ റെക്കോർഡിംഗ് ഈസ് ഹാപ്പണിംഗ് ഹിയർ, ആൻഡ് അനദർ റെക്കോർഡിംഗ് ഈസ് ദർ ബിഹൈൻഡ് ദാറ്റ്, ആൻഡ് ദ സ്ക്രീൻ ഈസ് ഗെറ്റിംഗ് ഗ്രാബ്ഡ്, ആൻഡ് ദർ ഈസ് അനദർ ക്യാമറ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. 1 2 3 4 5 6 റെക്കോർഡിംഗ് ആണ് പാരലലി. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. സോ ഐ എം എ ഡിജിറ്റൽ മാൻ വിത്ത് ഓൾ ദ കംഫർട്ട്സ് ആൻഡ് ഐ നോ ഹൗ ടു ഓപ്പറേറ്റ്, ഐ നോ ഹൗ ടു വർക്ക്. ഓരോ പ്രാവശ്യവും കിട്ടുന്ന പുതിയ പുതിയ ക്യാമറകളായിരിക്കും. ഓക്കെ, ആ ഡിജിറ്റൽ കൺസെപ്റ്റുകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇറ്റ് ഡസൻ ടേക്ക് മച്ച് ടൈം. പക്ഷെ അത് ടീച്ചേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് മച്ച് ടൈം. പക്ഷെ അത് നമ്മുടെ യൂത്ത് ആയിട്ടുള്ള കുറേ കുട്ടികളിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം വീഡിയോഗ്രാഫേഴ്സ്, ദേ വിൽ ബിക്കം ഡ്രാമ ആക്ടേഴ്സ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടത്തുന്ന സമയത്ത് നാരായണൻകുട്ടി വളരെ ഫേമസ് ആയിട്ടുള്ള വീഡിയോഗ്രാഫറാണ്. ഓക്കെ, നമ്മുടെ എല്ലാ പ്രോഗ്രാംസും റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പക്ഷെ നമ്മൾ വി കൺവേർട്ട് ദം ഇൻ ടു എ ഹൈലി പ്രൊഫഷണൽ ആക്ടിവിറ്റി. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമാണ്. ഇന്നത്തെ കൺസെപ്റ്റ് ഓഫ് സ്കൂൾ എന്താണ്? ക്യാമറ കയറ്റരുത്, ഫോൺ ഉപയോഗിക്കരുത്, കുട്ടികൾ ഫോൺ അഡിക്ഷൻ ആവുന്നു. നോ, ഐ ആം നോട്ട് അഡിക്റ്റഡ്. നമ്മളെപ്പോഴാണ് അഡിക്ഷൻ ആവുക? നമുക്ക് കിട്ടാത്തപ്പോഴാണ് അഡിക്ഷൻ ഉണ്ടാവുക. ലാവിഷ്നെസ്സിൽ അഡിക്ഷൻ ഇല്ല. അപ്പം നമുക്ക് കിട്ടില്ല എന്ന് തോന്നുമ്പോഴാണ് വേണം തോന്നുക. പക്ഷെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ അത് തന്നെ നല്ലപോലെ പഠിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സ് നിൽക്കുന്ന സമയത്ത് ദേവർ ഫ്ലൈയിങ്. ഞാൻ ഉടനെ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ 3:30 മുതൽ 3:40 വരെയുള്ള ഇടയിൽ ഐ വാസ് സെൻഡിങ് ഓഫ് സംബഡി ടു ദ എയർപോർട്ട്. അപ്പോൾ ആ ചോദിച്ച സമയത്ത് നിങ്ങൾ ഹൈദരാബാദ് വളരെ വലിയ എയർപോർട്ടാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഏതാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്, ഏറ്റവും നല്ല എയർപോർട്ട്, ഏറ്റവും വലിയ എയർപോർട്ട്, ഏറ്റവും വ്യാപ്തിയുള്ള എയർപോർട്ട് ഏതാണ്? എനിക്കറിയാം ഈ നിൽക്കുന്ന ആർക്കും അതിന് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യാം ആ ചോദ്യം നിങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു 700 ഓഡ് നമ്പർ ഓഫ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ദമാം എയർപോർട്ട്. ഓക്കെ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. അപ്പൊ ഞാൻ ഉടനെ ചെയ്യുന്നത് സിംഗപ്പൂർ എയർപോർട്ട് കാണിച്ചു കൊടുക്കുക ചെയ്യാം യൂട്യൂബിൽ. ആ സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പാർക്ക് പോലെയാണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഫിഷിനെ നമുക്ക് ഫിഷ് ചെയ്ത് പഠിക്കാം. അവിടെ വലിയ വാട്ടർഫോൾ ഉണ്ട്. 70 മീറ്റർ നീളത്തിൽ നിന്നും വാട്ടർഫോൾ ഉണ്ടാകുന്ന ഒരു എയർപോർട്ട് എന്ന് ആലോചിച്ച്. സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റിയിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് തപ്പി നോക്കിയാൽ മതി. സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് യൂട്യൂബിൽ ആരെങ്കിലും കാണാറുണ്ടോ? ഇല്ല. പക്ഷെ എത്രയോ സമയം അനാവശ്യമായ കാര്യങ്ങൾ കണ്ട് നശിപ്പിക്കുന്നു. അപ്പോൾ TV ഉപയോഗിക്കരുത്, വീഡിയോ ഉപയോഗിക്കരുത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത് എന്നല്ല പറയേണ്ടത്. അവരെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ദമാം ഈസ് മച്ച് ബിഗർ. പക്ഷേ അവർ അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല. കാരണം ഇവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഓർക്കാനും സംഭവിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് വി ഹാവ് ടു ഷെയർ. ഇന്ന് ഡിജിറ്റലി നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും കുട്ടികളെ. അപ്പോൾ അങ്ങനെ നമ്മുടെ നോളജ് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെവലിലാണ് നമ്മൾ ഇടപെടുന്നതെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇന്ന് ഇടപെടുന്ന സിസ്റ്റത്തിൽ നിന്നും വി ഷുഡ് റേസ് ദം ടു ദ ഹയസ്റ്റ്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടും, അവർക്ക് അറിയാണ്ട് തന്നെ വായിക്കാനുള്ള താല്പര്യം കൂടും, അറിയാണ്ട് തന്നെ എഴുതാനുള്ള താല്പര്യം കൂട്ടും. അതുകൊണ്ട് ഒരു കുട്ടികളും 7ാം ക്ലാസ് വരെ എഴുതരുത് എന്നാണ് ലോക നിയമം. ആ 7ാം ക്ലാസ് വരെ അവർ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസം. അപ്പോൾ അവർക്ക് അറിയേണ്ടത് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളാണ്. അപ്പം ഞാൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് കണ്ണൂർ എയർപോർട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളെയും കൊണ്ട് നടുവിൽ സ്കൂൾ ബസ്സും എടുത്തിട്ട് എയർപോർട്ട് റൺവേയിൽ റൺ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു ഞാൻ, ഇങ്ങനെയാണ് എയർപോർട്ട് ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു ആരും ചെയ്യാത്ത സംഭവമായിരിക്കും. അന്ന് നടുവിൽ സ്കൂൾ ബസ് എനിക്ക് തോന്നുന്നു കണ്ണൂർ എയർപോർട്ടിൻ്റെ റൺവേയിൽ ഓടിയിട്ടുള്ള ഏക സ്കൂൾ ബസ് നടുവിൽ സ്കൂൾ ബസ്സായിരിക്കും. അപ്പോൾ അന്ന് എനിക്കുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ഞാൻ അത് കാണിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഷൊർണൂരുള്ള 5 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് താമസിച്ചിരുന്നു. അതിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉടനെ തന്നെ ജോലി കിട്ടിയത് ദുബായിലാണ്. ഓക്കെ, ആ കുട്ടി വരച്ച പിക്ചറാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു സ്കെച്ച്, പെൻസിൽ സ്കെച്ച്. അവർ തന്ന ഗിഫ്റ്റ് അതാണ്. ഇപ്പം അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്.
കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, കുറേ വിസിറ്റ് ചെയ്യുക, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ടീച്ചേഴ്സിനും ഇതുണ്ടാവണം. അതെപ്പോഴാണ് ഉണ്ടാവുക? ഓൺലി വെൻ യു ട്രാവൽ, ഓൺലി വെൻ യു എക്സ്ചേഞ്ച് ദ റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്ന് നമ്മുടെ കൂടെ 10 ദിവസം താമസിക്കുമ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോളജ് കൂടുക. അതേ സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ വെറുതെ കുശലം പറഞ്ഞുകൊണ്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ യു വിൽ നെവർ ഇംപ്രൂവ്. നമുക്കാകെ ചെയ്യാൻ പറ്റുക അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കലാണ്. റൈറ്റ്? അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്ററാക്കി മാറ്റണം ജ്ഞാനം എന്നാണ് എൻ്റെ ധാരണ. അതിനാണ് പണ്ട് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികൾ നടുവിലുണ്ടാവുമ്പോൾ നടുവിലെ സ്കൂൾ കുട്ടികൾക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്. അത് കുറച്ചു കാലം നന്നായിട്ട് റൺ ചെയ്തു. ശാന്തിച്ചൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കേശവ മാഷും പഴയ എൻ്റെ മാഷന്മാരൊക്കെ അതിൻ്റെ പാർട്ടാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയും കൂടി അന്തട്ടം വിളിച്ചു ചോദിച്ചാൽ എപ്പോഴാണോ നീ വരുന്നത്, എന്താ ഇപ്പോൾ പരിപാടി ഒന്നും ഇല്ലാത്തത്? കാരണം അവർക്കൊക്കെ ഇതിൻ്റെ ഭാഗമാവാനുള്ള താല്പര്യം കൊണ്ടാണ്. ഓക്കെ, അത് ഒരു വ്യത്യസ്ത രൂപത്തിൽ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നൊക്കെ നടക്കുമ്പോൾ നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഒന്നുമില്ല, വന്ന് അറ്റൻഡ് ചെയ്ത് പോവാം. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കാസിൻ്റെ കീഴിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർക്ക് റിട്ടേൺ ആയിട്ട് ജോലി ചെയ്ത് അവർ ട്യൂഷൻ എടുത്തിട്ട്, അപ്പോൾ അവർ 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് സബ്ജക്റ്റ് വൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 12ാം ക്ലാസ് വരെ ട്യൂഷൻ നടക്കുന്ന ഒരു സെൻ്ററായിട്ട് മാറ്റും. ട്യൂഷൻ ഈസ് നോട്ട് നോർമൽ ട്യൂഷൻ അല്ല, അത് ക്വസ്റ്റ്യൻ ചോദിക്കാനും ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റുന്ന, അവരെയൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ കരിയർ ഗൈഡൻസിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമിൽ അത് ചെയ്യുന്നവർക്ക് അതിന് താല്പര്യമുള്ളവർ ചെയ്യാം. മാത്തമാറ്റിക്സ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ള കുട്ടികൾ വന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്ന, അതാണ് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്ലേസ് ഫോർ ആഫ്റ്റർ സ്കൂൾ. അതുകൊണ്ടാണ് വിജില് ഉടനെ തന്നെ ആഫ്റ്റർ സ്കൂൾ എന്ന് കണ്ട സമയത്ത് ഞാൻ എൻ്റെ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ സ്ഥിരം ഇടുന്ന വാക്കാണ്. ഓക്കെ, ആഫ്റ്റർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാം. ആഫ്റ്റർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. അപ്പോൾ അതിൽ ആരാണോ അതിനകത്ത് വരുന്നത്, അത് ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ നെയ്ബേഴ്സോ ആർക്ക് വേണമെങ്കിലും വരാം. ഓൾ ഓഫ് ദം ക്യാൻ കോൺട്രിബ്യൂട്ട്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ എന്തൊക്കെ പഠിക്കും, പക്ഷെ അത് ലോ സ്റ്റാൻഡേർഡിൽ ബ്ലാ 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 ആവരുത്. അവിടെ വരുന്നവരും പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നൊരവസ്ഥ വരണം. സി, വെറുതെ ടൈം പാസിന് വരുന്നവരല്ല. വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ടു കോൺട്രിബ്യൂട്ട്, എന്താണ് അറിയേണ്ടത്. അപ്പം അവർ ചോദിച്ചിട്ട് അവരെ പഠിപ്പിക്കുന്നതാവാം, നമ്മുടെ കുട്ടികൾ അവരെ പഠിപ്പിക്കുന്നതാവാം. ഇപ്പം നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സംഭവം വരുന്ന ഒരു ഗസ്റ്റിനെ പഠിപ്പിക്കുന്ന ഒരു എബിലിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർ പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഒരു ബുക്ക് വായിക്കേണ്ട കാര്യമില്ല. അപ്പം ലേൺ ടു ലേൺ, ലേൺ ടു ടീച്ച്, ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ്സുകൾ മിക്കവാറും. എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ടീച്ചിങ്, അതാണ് ടീച്ചേഴ്സിന് കൊടുക്കാറുള്ളത്. കാരണം ടീച്ചേഴ്സിനെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. ബീയിങ് എൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ UGCയുടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ എന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ഒഫീഷ്യലി ചെയ്യേണ്ട ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നടന്ന് 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 ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പണി ചെയ്യുന്ന ഒരാളാണ് എല്ലാ ദിവസവും. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഒന്ന് യു ആർ വെരി ക്ലോസ് ടു നടുവിൽ അത്തരം സ്കൂൾസ് ഒന്നും ഇല്ല. നടുവിൽ സ്കൂൾ ഞങ്ങളുടെ സ്കൂളാണ്. പിന്നെയുള്ളത് ഒരു BTM സ്കൂളാണ്. പിന്നെ 1-2 സ്കൂളുണ്ട്. ഡേ കെയർ സെൻറ്റർ ഒരു ഡിഫറൻറ്റ് ഫിലോസഫിയിൽ ഒന്നില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് അത്തരം ഒരു മോഡൽ സ്കൂൾ ഉണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും വാട്ട് ആർ വി ഡൂയിങ്. ഇപ്പം ഞാൻ ഇപ്രാവശ്യം പോയത് പഞ്ചാബിലാണ്. ആ പഞ്ചാബ് പോയ സമയത്ത് അവരുടെ ഡാൻസ് പ്രോഗ്രാംസും ഞാൻ അവരോട് പറഞ്ഞു, വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാന്തേച്ചൊക്കെ ഉണ്ട്, കുറേ നിങ്ങളെ നാട്ടിൽ നൃത്തം ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ അവർ റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും വരാൻ. പക്ഷെ ഞാൻ പറഞ്ഞ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്, കാരണം ഏപ്രിൽ ഭയങ്കര ചൂടാണ്. യു ക്യാൻ കം ഇൻ ജൂൺ, കാരണം കുറച്ച് മഴയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ. റൈറ്റ്? അപ്പോൾ അത്തരം പരിപാടികളാണ്. നമ്മൾ അവരുടെ ഡാൻസ് പഠിക്കുക, നമ്മുടെ ഡാൻസ് അവരെ പഠിപ്പിക്കുക. പണ്ട് ശാന്തേച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ് മഡ് എന്ന് പറയുന്ന പരിപാടി. മഡ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് അണ്ടർ ഡിഫറൻസ് എന്നാണ്. അർജന്റീനക്കാർ നമ്മുടെ സംസ്കൃതം പഠിക്കും, അവരുടെ സോങ് നമ്മൾ പഠിക്കും. എത്രയോ പാട്ടുകൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത് ഇപ്പോഴും നമ്മൾ പലയിടത്തും എനിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത് കൊണ്ടാണ്.
റൈറ്റ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മുടെ എല്ലാ ദിവസവും ഈ സ്കൂളിലൊക്കെ ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, അതിന് പകരം എല്ലാ ദിവസവും ആനുവൽ ഡേ ആണെന്ന് ആലോചിക്കുക. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെ ഉണ്ടാവും? ഡാൻസും പാട്ടും ഇന്ററാക്ഷനും, പാരൻസ് വരുന്നു, ഗ്രാൻഡ് പാരൻസ് വരുന്നു. കാരണം പണിയില്ലാത്ത കുറേ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, അവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാവണം. പക്ഷെ ദേ ഡോണ്ട് ഹാവ് ടു സിറ്റ് ഫുൾ ടൈം. അവർക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ വന്നാൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്റീരിയർ ഹാസ് ടു ബി സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. വരുന്ന കുട്ടികൾ കരയാതെ വരുന്നൊരു സ്കൂള്. ഇപ്പം ഞാൻ തുടങ്ങിയ സ്കൂൾ എന്ന് പറയുന്ന അന്ന് ആദ്യമായിട്ട് തുടങ്ങിയതിൽ ആദ്യത്തെ വർഷം 3 കുട്ടികളായിരുന്നു. നാച്ചുറലി എത്ര ഉണ്ടാവും? രണ്ടാമത്തെ വർഷം 32 കുട്ടികളാണ്. അത് വെറും ഒരു വീട്, ഒരു ചെറിയൊരു ഹാള് മാത്രം, നത്തിങ് എൽസ്. ഓക്കെ, അപ്പം എക്സ്പാൻഷൻ ഈസ് ഹൈലി പോസിബിൾ. കാരണം ആർക്കും വന്നിരിക്കാൻ കാണാം എന്താ നടക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് ഹാവ് ടു ബിക്കം ഹയസ്റ്റ് ക്വാളിഫൈഡ്. അതല്ലെങ്കിൽ അബദ്ധം പറഞ്ഞു പോകും, തെറ്റ് പറഞ്ഞു പോകും, അതിനെപ്പറ്റി കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പാരൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയും ഒന്നും ഇരുത്താത്തത്? ഇപ്പം ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ശാന്തിച്ച് വന്നിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, കണ്ണാട്ടം വന്നിരുന്നാലും കുഴപ്പമില്ല. ഇവരൊക്കെ എന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ്. കാരണം ഞാൻ മാത്തമാറ്റിക്സിൽ തെറ്റ് വരുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. മനസ്സിലാവുണ്ടോ? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ, ഞാൻ പറയുന്ന ഇംഗ്ലീഷിൽ, എൻ്റെ ഗ്രാമർ, എൻ്റെ വൊക്കാബുലറി, എൻ്റെ മലയാളം ഒക്കെ നന്നാവുമെന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടാവും. അതിനെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന പാകത്തിലേക്ക് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവരുടെ ലെവൽ അനുസരിച്ചിട്ട് വി വിൽ ഗിവ് ദം. എൻ്റെ പ്രോഗ്രാമിൽ ജൂനിയർ മെൻറ്റർ, മെൻറ്റർ, സീനിയർ മെൻറ്റർ, ചീഫ് മെൻറ്റർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡെസിഗ്നേഷൻ. അതിൽ പൈസ കൊടുത്തിട്ടുള്ളവരുണ്ടാവും, പൈസ കൊടുക്കാണ്ട് വർക്ക് ചെയ്യേണ്ടവരുണ്ടാവും. കാരണം നിങ്ങൾ ട്രെയിനി ആണെങ്കിൽ അത് ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു ലെവൽ. കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് 4, 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം. പക്ഷെ 8, 9, 10, 11, 12 വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളവരാവണം. അതോ റിലേറ്റഡ് സബ്ജക്റ്റും വേണമെന്നില്ല. നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അതുപോലെ നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണുക. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് നാട്ടിലുള്ള കണ്ണൂരിലൊരു കുട്ടിക്ക് അസ്ട്രോഫിസിക്സ് പഠിക്കണം എന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കാണാം. അസ്ട്രോഫിസിക്സ് ഡോക്ടർ TPS നടിച്ചാൽ കാണാം. അപ്പോൾ എന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, 8 വർഷം മുമ്പാണ്. അപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടി എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് എനിക്ക് അസ്ട്രോഫിസിക്സ് പഠിക്കണം, 11, 12 ഞാൻ ഏതാണ് എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ കാണാം അവിടെ. അതിൻ്റെ ഫിസിക്കൽ ആദ്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷനും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത് പയ്യന്നൂരിനടുത്ത് ഒരു അസ്ട്രോഫിസിക്സ് സെൻ്റർ ഉണ്ട്, നിങ്ങൾ അവിടെ പോയി കാണണമെന്നാണ്. ഇപ്പോൾ നാട്ടിൽ തന്നെയുള്ളവർക്ക് പലർക്കും അറിയില്ല അസ്ട്രോഫിസിക്സ് അങ്ങനെ ഒരു സെൻറ്റർ പയ്യന്നൂരുണ്ടെന്നുള്ളത്. ഓക്കെ, അവിടുത്തെ ഹാളിൻ്റെ പേര് എൻ്റെ ഏട്ടൻ്റെ പേരാണ്, പ്രൊഫസർ TP ശ്രീധരൻ മെമ്മോറിയൽ ഹാൾ എന്നാണ്. അവർ നടുവിൽ സ്കൂളിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏട്ടനും ഞാനുള്ള കാലത്ത് ആദ്യമായിട്ട് സ്കൂളിന് പുറത്ത് രാത്രി ഒരു ദിവസം എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് നമ്മൾ. ആ മാഷ് അസ്ട്രോഫിസിക്സ് പഠിച്ച ആളല്ല, അയാൾ കൊമേഴ്സ് ടീച്ചറാണ് +1 +2. പക്ഷെ അത് വിട്ടിട്ടാണ് അസ്ട്രോഫിസിക്സ് തുടങ്ങിയത്. അപ്പോൾ ആർക്കും എന്തും പഠിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ആദ്യമായിട്ട് വേണ്ടത് പാഷൻ വേണം. ഇതെൻ്റെ ഫുൾ ടൈം ജോലി അല്ല കേട്ടോ. ഞാൻ ഐ ഗോ ഫ്രം വൺ സബ്ജക്ട് ടു അനദർ സബ്ജക്ട്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഇവിടുത്തെ മാത്തമാറ്റിക്സ് ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിംഗ് ആയിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ഇതും അതിൻ്റെ കൂടെ ചെയ്യുന്നത് മാത്രം. സോ ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഡോണ്ട് റൺ മൈ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഐ എം ഓൺലി എ കൺസൾട്ടൻറ്റ്. ഐ എം ഓൺലി പെർ കോൾ ബേസിസ്. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും 4 ദിവസം എന്നെ വേണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത കാലത്ത് വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളുടെ കൂടെ, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കൂടെ 3 ദിവസം താമസിച്ചു. എന്നിട്ട് അവരുടെ സ്കൂളിനെ ഞാൻ കൺവേർട്ട് ചെയ്തു. മൈ ഫിലോസഫി, റൈറ്റ്? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അവരൊക്കെ വരും, അവരൊക്കെ ഒരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമിന് പല സ്ഥലത്തായിട്ട് മാറി പോകുന്നുണ്ട്. ഇപ്പം 14-ാം തീയതി വിഷുവിൻ്റെ ദിവസം ഞാൻ ഡൽഹിയിലാണ്. ഇപ്പം ഞാൻ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. 15-ാം തീയതി നാട്ടിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ 15-ാം തീയതി അവിടെ 2 സ്കൂൾസ് വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫിലോസഫി മാറ്റണം എന്നാണ് അവർ പറയുന്നത്. കാരണം 16-ാം തീയതി പിന്നെ ഇളയപ്പൻ്റെ ആനുവലാണ്. ശാന്തേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് എൻ്റെ ഇളയച്ചൻ. അപ്പോൾ ആ ആനുവലിന് വരണം എന്നുള്ളത് കൊണ്ട് ഐ വാണ്ടഡ് ടു കട്ട് ഷോർട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ഇൻട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു നോളജ് ഉണ്ടല്ലോ, ആ നോളജ് നമ്മുടെ ഓരോ കുട്ടികൾക്കും ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, റൈറ്റ്?
അത്തരം ഫിലോസഫികളിൽ പാർട്ട്ണർ ആവണമെന്നുണ്ടെങ്കിൽ ആണ് നമ്മുടെ ഈ പ്രോഗ്രാം ആയിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഓഡിറ്റ് വൺ ഗ്യാരണ്ടി, യു വിൽ ഗെറ്റ് എൻ എക്സ്ട്രാ ഇൻകം. കാരണം അത് സാധാരണ പ്രോഗ്രാംസ് അല്ല. ഇറ്റ് വിൽ ബിക്കം എൻ ആഫ്റ്റർ സ്കൂൾ, മോർ ആക്റ്റീവ് ആഫ്റ്റർ സ്കൂൾ ദാൻ യുവർ കിൻഡർ ഗാർഡൻ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കിൻഡർ ഗാർഡൻ കുട്ടികളും ഹയർ ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പഠിക്കും. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിന് യു ആർ യൂസിങ് ദം ഫോർ 7ാം ക്ലാസ്സിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് 4ാം ക്ലാസ്സിൽ ഈ എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. ആ ബോധം ഉണ്ടാകുമ്പോൾ ആ ക്ലാസ്സിൽ ഡെലിവർ ചെയ്യുന്ന ക്ലാസ്സിന് ക്വാളിറ്റി കൂടും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ എനിക്കറിയാം ഹയസ്റ്റ് മാത്തമാറ്റിക്സിൽ ഇന്നതാണ് ആവശ്യം, റൈറ്റ്? അത് എങ്ങനെ ലോവർ ലെവലിൽ കൊടുക്കണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ബയോടെക്നോളജി, മൈക്രോ ബയോളജി ഒക്കെ ആയിട്ടുള്ള പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആ ലെവലിലുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്കറിയാം എന്തുകൊണ്ടാണ് 8ാം ക്ലാസ്സിലെ ബയോളജിയിൽ ഈ വിഷയം പഠിപ്പിക്കുന്നത്. കാരണം അവരെയൊക്കെ ലാസ്റ്റ് ആ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം. ആ ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയാൽ അവരുടെ അബ്സോർപ്റ്റിവിറ്റി കൂടും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ താല്പര്യമുണ്ടോ, അതിൽ ഹൗ ഡു യു ക്യാൻ മേക്ക് പാർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് 17, 18, 19, 20, 21 ഒരു തോട്ട് പ്രോസസ്സ്. നമ്മൾ അന്ന് കുറേ ദിവസമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് വരുമ്പോൾ ഞാൻ വെറുതെ വരാറില്ല. നമ്പർ 1, നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രോഗ്രാമോ പ്ലാനോ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. ഐ ഡോണ്ട് ട്രാവൽ ജസ്റ്റ് ഫോർ മീറ്റിംഗ് സംബഡി. അത്തരം പരിപാടിക്ക് പോകാറില്ല. ആ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് ഫോഴ്സ്ഫുള്ളി ഞാൻ അവിടെ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറച്ചു കാലമായി വന്നിട്ട്. അത് നടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഐ വാണ്ട് സം പീപ്പിൾ ടു ബിക്കം ആക്റ്റീവ് മെമ്പേഴ്സ് ഹു വിൽ കം ആൻഡ് ഫീൽ. ആ ഒരു 3 മണിക്കൂറായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 5 ദിവസം 3 മണിക്കൂർ ഈ പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും അറ്റൻഡ് ചെയ്താൽ ഐ ക്യാൻ ഗിവ് എ സർട്ടിഫിക്കറ്റ്. അത് 1 ക്രെഡിറ്റ് ആവും. അങ്ങനെ 3 ക്രെഡിറ്റ് കിട്ടിയാൽ ഐ ക്യാൻ ഗിവ് എ ഡിപ്ലോമ. അതിനൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഐ വിൽ ഹാവ് ടു പേ. കാരണം അവരുടെ സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, കാരണം ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാം എവരിവെയർ വാസ് ഫ്രീ. ഇപ്പം അതിനൊരു സർട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ചാർജബിൾ. പണ്ട് റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരുന്നത്, കൂടെ താമസിക്കുക. ഇപ്പം ഭക്ഷണത്തിന് പകരം സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു പ്രോഗ്രാമായി മാറ്റിയെന്ന് മാത്രം, അത്രേ ഉള്ളൂ. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് റെസിഡൻഷ്യൽ പീപ്പിൾ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. വന്നാൽ താമസിക്കാൻ ഒരു 10-40 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം എൻ്റെ വീട്ടിലുണ്ട്. കാരണം അങ്ങനെയാണ് കോഴ്സ് നടന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രായഭേദമന്യേ ആർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും ക്വാളിഫിക്കേഷനും ഇൻട്രസ്റ്റ് അനുസരിച്ച് വി വിൽ പുട്ട് ദം ഇൻ ടു ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻസ്. ആ നോളജൊക്കെ ഒരേ സെഷനിൽ നടക്കും. അത് മാക്സിമം 2 hours 3 hours ക്ലാസ്സും ബാക്കി ഒരു 10 ദിവസം 20 ദിവസം അവരുടെ പ്രാക്ടിക്കൽ വർക്ക്. ആ പ്രാക്ടിക്കൽ വർക്ക് ഇപ്പം മട്ടന്നൂരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ദേ വിൽ ഡു പ്രാക്ടിക്കൽ വർക്ക് ഇൻ യുവർ പ്ലേസ്. അത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് പോലാവും. മനസ്സിലാവുണ്ടോ? അത് നമ്മുടെ മാർക്കറ്റിങ്ങിന് പാംലെറ്റ് അടിച്ചിട്ട് പേപ്പറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മൗത്ത് ടു ഫേസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതിന് നിങ്ങൾക്ക് ദിസ് ബിക്കംസ് ആൻ അസൈൻമെൻറ്റ് ഫോർ ദം. കാരണം നിങ്ങളുടെ ഫിലോസഫി, നമ്മുടെ ഫിലോസഫി 10 പേരെ അറിയിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് കണ്ട ആൾക്കാരുടെ റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ സ്കില്ലൊക്കെ പഠിപ്പിക്കാറ്. എൻ്റെ ക്യാമ്പിൽ വരുന്നവരൊക്കെ ആദ്യം നാട്ടിൽ തണ്ടിക്കഴിയുക. അവരോട് പറയും ഭക്ഷണം ആര് തന്നാലും കഴിച്ചോളണം. ശാന്തിച്ചൊക്കെ കുറേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, റൈറ്റ്? ഓരോരാളോട് പറയും നിങ്ങൾ കിഴക്കോട്ട് നടന്നോ, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്നാൽ മതി. എവിടെ നിന്നാണോ ഭക്ഷണം കിട്ടുന്നത് അതൊക്കെ മേടിച്ച് കഴിച്ചോളാൻ പറയും. അവൻ ഏതോ ദുബായിൽ നിന്ന് വരുന്നവനായിരിക്കും, ഇതുവരെ ഒരാളടുത്ത് സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഹിസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിൽ ഇംപ്രൂവ്. അവൻ നാട്ടിലെ ഭാഷ ശരിക്കും പഠിക്കും, റൈറ്റ്? അങ്ങനെയാണ് അവരെ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ടെക്നിക്ക്. ഇൻട്രാക്ഷൻ, സോഷ്യൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽ, ഡാറ്റ അനാലിസിസ്, ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുക. ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസും ഏത് പുസ്തകം വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലേക്ക് അവരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യും. ഇതിനുള്ള ബേസിക് ബുക്കാണ് എൻ്റെ A to Z ഓഫ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം.
ആ ബുക്ക് പ്രിന്റ് ചെയ്തിട്ട് റിലീസ് നടന്നത് കഴിഞ്ഞ വർഷം ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ചായിരുന്നു. മസൂദിയാണ് അത് ഓർഗനൈസ് ചെയ്തത്. 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, ജോർജിയ, അർജന്റീന, അവിടെയൊക്കെ. ഇപ്പൊ അടുത്ത മെയ്യിൽ നടക്കുന്നത് ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞ് ജോർജിയയിലാണ്. അത് കഴിഞ്ഞാൽ അവിടെയൊക്കെ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. ഐ എം നോട്ട് ട്രാവലിംഗ്. ഞാൻ മാത്രമായിരിക്കും ഓൺലൈൻ, ബാക്കി എല്ലാവരും ഫിസിക്കലി പോകുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ അതിൻ്റെ ബുക്ക് ദാറ്റ് ഈസ് വൺ ഓൺ ദ മൈൻഡ് ട്രാൻസ്ഫർമേഷനെ കുറിച്ച് ഞാൻ ബുക്ക് എഴുതിയിട്ട് കഴിഞ്ഞ ആഴ്ച കൊടുത്തതേ ഉള്ളൂ. ദാറ്റ് ഈസ് ബീങ് പബ്ലിഷ്ഡ് ആസ് എ ഇന്റർനാഷണൽ ഓഥർ. സോ യു ക്യാൻ ഓൾസോ ബിക്കം പാർട്ട് ഓഫ് സച്ച് ഇന്റർനാഷണൽ ഓഥർഷിപ്പ്. ഓക്കെ. താല്പര്യമുള്ളവരെ ആ വിഷയങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം, അത് എങ്ങനെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ എസ്യൂം ദാറ്റ് ഫസ്റ്റ് ഹാഫ് ഡേയോ സെക്കൻഡ് ഹാഫ് ഡേയോ എന്ന് വെച്ചാൽ 9 മണി മുതൽ 12 മണി വരെ, ഇതൊക്കെ ഇറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ ആൻഡ് ഇറ്റ്സ് വെരി 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 ഇൻഫോർമൽ. അപ്പോൾ 9, 10, 11, 12 മണി വരെ ആർക്കെങ്കിലും സ്പെൻഡ്, കാരണം ഈ ചൂടാകുമ്പോൾ കുറേ കാലം വി കനോട്ട് റൺ ദ ഹോൾ ഡേ പ്രോഗ്രാം, എല്ലാവരും ടയർഡാവും. അല്ലെങ്കിൽ 3, 4, 5, 6 ആ 3 മണിക്കൂർ. If somebody can come with a group of people, group of kids and group of teachers, we will show you how to run such a program. അത് ഏത് ക്ലാസ്സിൽ? 3 വയസ്സ് മുതൽ. പക്ഷെ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ള കുട്ടികളിൽ വരുമ്പോൾ ഐ ഇൻസിസ്റ്റ് ദാറ്റ് വൺ ഓഫ് ദർ പാരന്റ് ഓൾസോ ഫോളോ ദം. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നല്ല, ഇവരെ എങ്ങനെ ക്യൂരിയോസിറ്റി ഉള്ളവരാക്കി മാറ്റണമെന്നാണ്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അവർ ഇതേ ചോദ്യം ചോദിക്കുമ്പം ഏയ് എന്ന് പറയുന്ന ഒരവസ്ഥയാവരുത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്, അതിനെങ്ങനെ ഉത്തരം പറയണം എന്നൊക്കെ പാരൻസും കൂടി പഠിക്കണം. റൈറ്റ്. കാരണം എന്തായാലും അത്തരം കുട്ടികൾക്ക് ഹോളിഡേയിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പാരന്റോ ഗ്രാൻഡ് പാരന്റോ ഗാർഡിയനോ എൽഡർ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ബെനിഫിറ്റ്. റൈറ്റ്. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു പ്രസന്റ് ടു യു. നല്ല ഇൻട്രസ്റ്റിംഗ് എല്ലാം കേട്ടപ്പോ. ശാന്തേച്ചിക്കോ നാരായണൻകുട്ടിക്കോ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. 16 കാണാൻ പറ്റുമല്ലോ അല്ലേ? വരണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, 6 or 7 മണിക്കൂറാണ്. അപ്പോൾ രാത്രി പുറപ്പെട്ട് ബാംഗ്ലൂർ താമസിച്ച് രാവിലെ 7 മണിക്ക് എത്തുള്ളൂ. ഹൈദരാബാദിൽ 14-ാം തീയതി രാത്രി, വിഷു അല്ലേ, ഇപ്പം രാവിലെ കണി കണ്ടിട്ട് ഇവിടുന്ന് പോകും, രാത്രി തിരിച്ചിവിടെ ഒരു 12 മണിയാകുമ്പോൾ വന്ന് പിറ്റേ ദിവസം രാവിലത്തെ 7 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ 15-ാം തീയതി 16-ാം തീയതി എത്തും. ടിക്കറ്റ് എടുത്തിട്ടില്ല ഇപ്പോഴും, കാരണം അവരാ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പെൻസ് എല്ലാം ആരെങ്കിലും വിളിക്കുന്നവരെ എടുക്കുക. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ നാട്ടിൽ, ഹൈദരാബാദിൽ വേണമെന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ. അപ്പോൾ അതിൻ്റെ അവരൊരു 1-2 ദിവസം കൂടി അവിടെ 3 സ്കൂൾ വിസിറ്റും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡൽഹി ആയിരുന്നു. ഇനി 20-ാം തീയതി പോകണം, 28-ാം തീയതി പോകണം. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ 15-ാം തീയതി എത്തും, അല്ലെങ്കിൽ 16-ാം തീയതി എത്തും. വരണം എന്നാണ് ആഗ്രഹം. പിന്നെ സ്കൂൾ ആനുവലും ഉണ്ടല്ലോ, നമ്മുടെ ആനിവേഴ്സറിയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സ്കൂൾ പിന്നെ ശതാബ്ദി ആഘോഷിക്കുന്നുണ്ടല്ലോ 18th. അപ്പോൾ അതിനും കൂടി പങ്കെടുക്കുക, അതൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ചിലപ്പം പഞ്ചാബിൽ നിന്നോ ഹരിയാന എന്നൊക്കെ ആൾക്കാർ വരാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മസൂദെങ്കിലും വരും. മസൂദ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നാട്ടിലെ ഒരു ആനുവൽ ഡേ ഒക്കെ കാണാമല്ലോ. കാരണം ഞാൻ അവിടെ അടുത്ത് പോയിട്ട് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ അവർക്ക് കാണുക, നമ്മുടെ സ്കൂളിലെ പഴയ പരിപാടി കാണുന്നുണ്ട്. ദാറ്റ്സ് എ സെലിബ്രേഷൻ ഫോർ ദം. അല്ല, ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും അങ്ങനെയാണ്. 6-ാം തീയതി ഇവിടെ ഒരു ബിസിനസ് കോൺക്ലേവ് ഉണ്ട്. അത് എഡ്യൂക്കേഷൻ ബിസിനസ് കോൺക്ലേവ് ആണ്. അതിലുണ്ട് ഞാൻ. ദേ ആർ നോമിനേറ്റിംഗ് ഫോർ സം അവാർഡ്സ്. അപ്പോൾ അതുണ്ട്. അത് ഫിസിക്കലാണ്, ഹൈദരാബാദ് തന്നെയാണ്. എല്ലാ ദിവസവും ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ എഴുത്ത് ബുക്ക്. ഇപ്പം എൻ്റെ ബുക്ക് റിലീസായി ഓൾമോസ്റ്റ്, ഗീതാവേ എന്ന് പറയുന്നത്. ഓ, നാരായണൻകുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലായ? നാരായണൻകുട്ടി ചോദ്യങ്ങളെല്ലാം തീർന്നോ? ചോദ്യങ്ങള് എന്തായാലും ഡോക്ടർ TPS നാട്ടിൽ വരുമ്പോ എന്തായാലും കാണണം. അല്ല, ഈ പ്രോഗ്രാമിന്റെ ഭാഗമാവോ ഇല്ലയോ, അതിന് താല്പര്യമുണ്ടോ,
അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതെ ഉണ്ട്, ഓക്കെ. നല്ല താല്പര്യമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും നമ്മളിപ്പോൾ എനിക്ക് അറിയില്ലല്ലോ, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ 7-ാം തീയതിയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. 7-ാം തീയതിയുള്ള വെബിനാറിൽ ദിസ് വിൽ ബി എ പാൻ ഇന്ത്യ. ഇപ്പം അതിനകത്ത് മേഘാലയ എന്നുള്ള ആൾക്കാരുണ്ട്, ആസാം എന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ എൻ്റെ ഏതെങ്കിലും പ്രോഗ്രാമിൽ എവിടെയെങ്കിലുമൊക്കെ പരിചയപ്പെട്ടവരോ അല്ലെങ്കിൽ മസൂദയുടെ കോൺടാക്ട് ഉള്ളവരായിരിക്കും. അപ്പോൾ ആ ഫോം ഫില്ലപ്പ് ചെയ്തവർ എനിക്കൊന്ന് 10-60 പേരുണ്ട്. അപ്പോൾ ജിമീറ്റിൽ 100 പേർക്ക് വരെ കയറാം. എന്തായാലും ഒരു 10-30 പേരെങ്കിലും ചേരും സാധാരണഗതിയിൽ. അത് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും, കാശ്മീരിൽ നിന്നുണ്ടാവും, മേഘാലയ നിന്നുണ്ടാവും, ആസാമിൽ നിന്നുണ്ടാവും, വെസ്റ്റ് ബംഗാളിൽ നിന്നുണ്ടാവും, അങ്ങനെ കുറേ ഉണ്ട്. ഇതേപോലൊരു കൺസെപ്റ്റ് ഓൾറെഡി ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ ചെയ്യുന്നുണ്ട്, 2 സ്ഥലത്തായിട്ട്, ഒന്ന് കൽക്കട്ട, ഒന്ന് രാംനാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് ബോംബെയിലായിരുന്നു. അവിടെ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തൊരു പ്രോഗ്രാം കുട്ടികളുടെ പാരൻസിനുള്ളൊരു സ്കൂളാണ്. പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഇറ്റ്സ് ലൈക്ക് ആൻ ഓൾഡ് ഏജ് സ്കൂൾ. അവർക്ക് ഒരാഴ്ചത്തെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ദേ ഇമ്മീഡിയറ്റ്ലി ആസ്ക്ഡ് മീ ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം. ആ റിബൺ കട്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, അത് നേഗി എന്ന് പറയുന്ന, സീമ നേഗി എന്ന് പറയുന്ന, എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ ബോംബെയിൽ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഷീ കോൾഡ് മീ ടു ഹെർ സ്കൂൾ. അവിടെ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്ത പ്രോഗ്രാം പാരൻസിനുള്ള, ഈ ഗ്രാൻഡ് പാരൻസിനുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ, ക്രാഫ്റ്റ് ഉണ്ടാക്കുക. കാരണം അവർ വീട്ടിലെത്തുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അപ്പോൾ പാരൻസിനും അറിയില്ല. സോ അവരെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാം നമ്മൾ. ഇപ്പം ഞാനൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റ് ബംഗാളിൽ പോയ സമയത്ത് നമ്മുടെ ഗോതമ്പ് മാവില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്ന കുറേ ക്രാഫ്റ്റ് സാധനം ഉണ്ടാക്കിയിട്ട് ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. ബാക്കി ടീച്ചേഴ്സ് ബിറ്റേഴ്സ് ഉണ്ടാക്കിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും അവർ. അപ്പോൾ എല്ലാ ക്രിയേറ്റിവിറ്റിയും വരും ഇതിനകത്ത്. അതുകൊണ്ട് പേനയും പേപ്പറും അല്ല ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെ. ഗ്രേഡ് 4 മുതൽ, ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 4 മുതൽ പിന്നെ ഏത് ക്ലാസ് വരെ വായനയും എഴുത്തും ഒക്കെ വേണം. അത് കഴിഞ്ഞാൽ 7-ാം ക്ലാസ് കഴിഞ്ഞാൽ 8, 9, 10 നമ്മുടെ സബ്ജക്റ്റൊക്കെ അബ്സ്ട്രാക്ട് സബ്ജക്ട്സ് ആണ്. അതുകൊണ്ടാണ് 8-ാം ക്ലാസ്സിലൊക്കെ മാത്സിൽ സെറ്റ് തിയറി എന്നൊക്കെ പറയുന്നത്. നമുക്ക് എവിടെയും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ലോകത്ത്, അല്ലേ? സെല്ലുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ തുടങ്ങുന്നത് 8-ാം ക്ലാസ്സിന് ശേഷമാണ്. അതിന് അബ്സ്ട്രാക്ട് സയൻസ് എന്നാ പറയാം. അപ്പം 3 തരത്തിലാണ് സ്കൂൾ എഡ്യൂക്കേഷൻ. 1 ഈ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ്, ഏജ് 3 ടു ഗ്രേഡ് 3. എബൌട്ട് മീ ആൻഡ് ലൈഫ് എബൌട്ട് മീ. അപ്പോഴാണ് നമ്മൾ പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ലോകം, നമ്മുടെ ലോകം, കുറേ രാജ്യങ്ങളുടെ അതിൻ്റെ ക്യാപിറ്റൽസ്, ഇതൊക്കെ പഠിക്കുന്നത് 7-ാം ക്ലാസ് വരെയാണ്. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടാവുക. അത് ബേസിക് ആയിട്ട് നോളജ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അത് കഴിഞ്ഞ് 8-ാം ക്ലാസ് കഴിയുമ്പോഴാണ് അബ്സ്ട്രാക്ട് നോളജ്. ആ അബ്സ്ട്രാക്ട് നോളജ് കൊടുക്കുന്ന ടീച്ചേഴ്സും കരിയർ ഗൈഡൻസിന് എക്വിപ്ഡ് ആവണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇതെവിടെയാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇന്ന സ്ഥലത്ത് റിസർച്ച് ചെയ്യാൻ ഈ സബ്ജക്റ്റ് അറിയണം എന്നാൽ ടീച്ചർക്ക് അറിയണം. ഇപ്പോൾ ബയോളജി പഠിപ്പിക്കുന്നവർക്ക് അറിയണം DNA പാറ്റേൺ ഇങ്ങനെയാണ്. അത് പഠിക്കണമെങ്കിൽ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി സെൻറ്ററിൽ പോകണം. അത് പിന്നെ ഹൈദരാബാദിലുണ്ട്. കെമിസ്ട്രി പഠിക്കുമ്പം IICTയിൽ പോകണം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ പോകണം. ഈ നോളജ് നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ട്യൂഷൻ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ല, മെൻറ്ററിങ് ചെയ്യുന്ന ടീച്ചേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെൻറ്റേഴ്സ് ഹൈലി ക്വാളിഫൈഡ് ആവും. അപ്പം നിങ്ങളടുത്ത് വർക്ക് ചെയ്തിട്ട് 2 വർഷം വർക്ക് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ സെൻറ്റർ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ സ്വന്തം പഠിപ്പിച്ചു കൊടുക്കും നമ്മൾ. അങ്ങനെ കുറേ സെൻറ്ററുകൾ നമ്മളെ ചുറ്റും ഉണ്ടാവണം. ദാറ്റ് ഈസ് വാട്ട് ദ പ്ലാൻ ഈസ്. അപ്പോൾ അത്തരം സെൻറ്ററുകളിൽ വന്ന് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, വേറെ സ്ഥലത്ത് പോയി അവിടെ വർക്ക് ചെയ്ത് ആ നോളജുകളൊക്കെ എടുത്ത് ആ എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് ദേ വിൽ സ്റ്റാർട്ട് ദെയർ ഓൺ പ്ലേസസ്. അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇത്തരം കുറേ സെൻറ്ററുകൾ ഇല്ലാത്തത്. റൈറ്റ്. ഇപ്പം ഞാൻ സുറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് SURI ഡോക്ടർ TPS അടിച്ചു നോക്കിയാൽ കാണാം. ഞാൻ ഒരു വർക്ക്ഷോപ്പിന് ഒരു ദിവസം പോയ സമയത്ത് അവിടുന്ന് ഈ മസൂദയുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹോൾട്ട് ചെയ്യുന്നൊരു സ്ഥലത്ത് അവരുടെ സ്കൂളിൽ വെറുതെ വിസിറ്റ് ചെയ്തിട്ടു. ഇറ്റ്സ് എ ഹ്യൂജ് സ്കൂൾ. അപ്പം നമുക്ക് റിലയബിൾ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് അവരുടെ പേര്. അത്തരം അവിടെ ഞാൻ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്തു. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്നതും. അവർക്കൊക്കെ ധൈര്യം എന്ന് പറയുന്നത് I can run a institution and which can make large profit എന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്.
അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ജോലിയില്ലാത്ത കുറേ, ഒന്നും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ നമുക്ക് നന്നാക്കിയെടുത്ത് യൂസ്ഫുൾ ആക്കി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, അവർക്ക് അടുത്ത ജനറേഷൻസിലേക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതാണ് ചെയ്യുന്നത്. അതുപോലെ സർ, നമുക്ക് ഈ ഒരു അഫിലിയേഷന്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നില്ലേ, പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ. എല്ലാ സ്കൂൾസിനും, ഇന്ത്യയിലെ എല്ലാ സ്കൂൾസും CBSEയിലേക്ക് എന്നൊരു പേരിലാണ് നമ്മൾ അഫിലിയേറ്റ് ചെയ്യുക. CBSE എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ അഫിലിയേഷൻ വരുന്നത് 9th ക്ലാസ്സിലാണ്. 9th ക്ലാസ് വരെ ആർക്കും എന്തും റൺ ചെയ്യാം എന്നാണ് റൂള്. കാരണം അതുവരെ എക്സാമിനേഷൻ ഇല്ല. 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ ആയാലും ഓപ്പൺ സ്കൂൾ എക്സാം ആയാലും ഒക്കെ 9, 10, 11, 12 ക്ലാസ്സുകളിൽ മാത്രമേ എക്സാംസ് ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം ചെറിയ സ്കൂൾസിന് പേരില്ലാത്തത്, എന്തുകൊണ്ടാണ് ആൾക്കാർ ചേർക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാരൻസിൻ്റെ ഒക്കെ ഒരു കൺസേൺ ഇത് കഴിഞ്ഞാൽ അവർ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഏത് സ്കൂളിൽ പോകുന്നതാണ്. അതിന് സാധാരണ ഇത്തരം സ്കൂൾസിന്റെ നമ്മൾ ഇടാറുള്ള പേര് ഫീഡർ സ്കൂൾസ് എന്നാണ്. ഫീഡർ എന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങളുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു CBSE സ്കൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. അവരോട് പറയാ 4ാം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അവർക്ക് നല്ലതാണോ മോശമാണോ? അവർക്ക് ഇത്രയും കുട്ടികളെ ഒരു ഒറ്റ അടിക്ക് അഡ്മിഷൻ കിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ബ്രാഞ്ചായിട്ട് തുടങ്ങാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പം എൻ്റെ നടുവിൽ ഇപ്പം BTM സ്കൂൾ നടത്തുന്നത് പിന്നെ ഷറഫാണ് അതിൻ്റെ ചെയർമാൻ. അയാൾക്ക് ഓൾറെഡി അഫിലിയേഷൻ ഉണ്ട്. അപ്പൊ ബ്രാഞ്ച് ഓഫ് BTM സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്നെടുത്ത് തുടങ്ങിക്കൂടാന്ന് ആരും പറഞ്ഞിട്ടില്ല. എവിടെ വേണമെങ്കിലും തുടങ്ങാം. അപ്പൊ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു CBSE സ്കൂളിന്റെ ഫീഡർ സ്കൂൾ ആയാൽ പാരൻസിന് ഒരു കൺഫർമേഷൻ ആയി, ഇത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ അങ്ങെടുക്കുന്നു. നമ്പർ 1. നമ്പർ 2, ഇപ്പം പല ട്യൂഷൻ സെന്ററും കോച്ചിങ് സെന്ററും എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ആലപ്പുഴയിലുള്ളൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ ക്ലാസ്സിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നത്. അവർക്ക് സ്കൂളില്ല, അവർ ഓപ്പൺ സ്കൂളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. So you can always register your institution as part of an open school. പക്ഷെ ഓപ്പൺ സ്കൂളിലല്ല ചെയ്യുന്നത്, അത് ഗവൺമെൻറ് സ്കൂൾസിനെ കൊടുക്കുള്ളൂ. പക്ഷെ ആ സെൻറ്ററിലേക്ക് കൊടുക്കുന്ന ഒരു ഫീഡർ സ്കൂളായിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യാം. അത് ഇഷ്ടംപോലെ പ്രൈവറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുടെ ഒരു ബ്രാഞ്ചായിട്ട് തുടങ്ങുന്നതിന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്പർ 1. നമ്പർ 2, നമ്മളിത് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം പ്ലേ സ്കൂളിന് ലൈസൻസിങ് ലോക്കൽ അതോറിറ്റിയുടെ ലൈസൻസിങ്ങേ ആവശ്യമുള്ളൂ. അതിന് അത്തരം ലൈസൻസുകളുടെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് യു ആർ നോട്ട് റണ്ണിങ് ബോർഡ് എക്സാംസ് എഴുതുന്നവരല്ല. ഫൈൻ. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു പ്രോബ്ലം. പക്ഷെ ആ പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി കൊണ്ടാവണം. നല്ല ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഒരു കൺവിൻസിങ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബിക്കം എ ഡിഫറെന്റ് ഫിലോസഫി. പീപ്പിൾ വിൽ കം ആൻഡ് സിറ്റ് വിത്ത് യു, ഹാവ് എ ഫീഡർ സ്കൂൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സം നെയ്ബറിംഗ് സ്കൂൾസ്. കാരണം അവർക്ക് ആർക്കും കുറേ ദൂരത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടികളെ 6ാം ക്ലാസ്സിൽ ചേർക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അപ് ടു 9ാം ക്ലാസ് വരെ യു ക്യാൻ റൺ ബൈ യുവർ സെൽഫ്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഇപ്പം ഏത് ഗവൺമെൻറ് സ്കൂൾസിലും എയ്ഡഡ് സ്കൂൾസിലും ഏത് ക്ലാസ്സിലേക്കും 9ാം ക്ലാസ് വരെ അഡ്മിഷൻ കൊടുക്കാൻ മാനേജ്മെന്റിനും പ്രിൻസിപ്പൽക്കും അധികാരമുണ്ട്. അവർക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഏജും പ്രൂഫും സഫീഷ്യന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അഡ്മിഷൻ കൊടുക്കാമെന്നാണ്. ഇപ്പം നാട്ടിൽ പക്ഷേ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ വേറെ പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് യു നീഡ് ആൻ അഫിലിയേഷൻ. അത് സാധാരണ ഒരു സ്കൂളിന്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു അപ്രൂവലിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും മോസ്റ്റ് സേഫർ. നമ്മളിവിടെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് AE ഓഫീസിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു. അപ്പൊ അവിടെ പോയപ്പോ അവര് പറഞ്ഞു നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, അങ്ങനെ കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്ലേ സ്കൂൾസിന് അങ്ങനെ ഇതുവരെ ഒരു പ്ലാൻ ഇല്ല അങ്ങനെ. അതുകൊണ്ട് ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ യു ഐഡന്റിഫൈ വൺ സ്കൂൾ ഹു ഈസ് റണ്ണിങ്, ആസ്ക് ദം ദിസ് എ ഫീഡർ സ്കൂൾ. അപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഏതെങ്കിലും അറിയുന്ന മാനേജ്മെന്റ് വി ക്യാൻ ടോക്ക് ടു. അതാണ് ഞാൻ ഷറഫിനോടും കൂടി ഇവിടെ പറഞ്ഞിരുന്നു എൻട്രി ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് എ സെന്റർ ദർ, ഐ ഹാവ് എ സെന്റർ ഹിയർ, അവർക്കും അഡ്വർടൈസ്മെന്റ് ആയില്ലേ. നമ്മൾ നന്നായിട്ട് നടത്തുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരും. സാധാരണ അങ്ങനെയാണ് വരിക. സാധാരണ ഫീഡർ സ്കൂൾസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഞാൻ കാസർഗോഡ് ഒരു സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ് ഞാനാണ് ചെയ്തത്. അതിനകത്ത് 20 ഫീഡർ സ്കൂൾസാണ് പ്ലാൻ ചെയ്തത് ഞാൻ. ആ ഫീഡർ സ്കൂൾസൊക്കെ ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് ദ അതർ സ്കൂൾ. അവിടെ നിന്നൊക്കെ വണ്ടി ഓടിച്ചിട്ട് പിള്ളേരെ ആ വലിയ സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള പ്രോഗ്രാമിലാണ് അത് പ്ലാൻ ചെയ്തത്. ദ ഗാർഡിയൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാനായിരുന്നു. ഓക്കെ. ഈ ഫീഡർ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യോ അവര്? അല്ല, നമ്മൾ യു ആർ ഓൺലി എ ബ്രാഞ്ച് ഓഫ് എ ബിഗ് സ്കൂൾ. ആ ബിഗ് സ്കൂളിന്റെ പേരും അവിടെ വെക്കുന്നു മാത്രം. അത് അവർ നിങ്ങളുമായിട്ടുള്ള ടൈപ്പാണ്. ശരിക്കും അവർ ദേ വിൽ പേ യു ആക്ച്വലി. കാരണം യു ആർ അഡ്വർടൈസിങ് ദർ സ്കൂൾ. നമ്പർ 1. നമ്പർ 2, 4ാം ക്ലാസ് കഴിയുമ്പോൾ വി ആർ ഗിവിങ് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്ട്രേറ്റ് ടു ദം. നമ്മൾ ഗ്രോ ചെയ്യില്ല. 4ാം ക്ലാസ് വരെ നമ്മൾ എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ഇഫ് യു പ്ലാൻ ടു ഗ്രോ യു ക്യാൻ ഓൾവേസ് കട്ട് ദർ നെയിം ആൻഡ് ദെൻ റൺ അപ് ടു 9th ക്ലാസ് ഓർ 10th ക്ലാസ്. ഇവിടെയൊക്കെ എല്ലാ മുക്കിലും മൂലക്കും തുടങ്ങുന്നതാണ്. സോ കേരള ആയതുകൊണ്ടുള്ള ചെറിയൊരു ഭയം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ ഹൈദരാബാദിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് പോയ സ്കൂൾ അവർക്ക് ഇപ്പോഴാണ് CBSE കിട്ടിയത്. അവർ സ്കൂൾ തുടങ്ങിയിട്ട് 12 കൊല്ലമായി. 9ാം ക്ലാസ് കഴിയുമ്പോഴേ പിന്നെ അഫിലിയേഷൻ്റെ ആവശ്യമുള്ളൂ. ആരെങ്കിലും LKG, നഴ്സറി, CBSE എന്ന് അഫിലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അതാണ് ആക്ച്വലി ക്രിമിനൽ. കാരണം CBSEക്ക് LKG UKG ഇല്ല, 9ാം ക്ലാസ്സേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് യു ക്യാൻ ഓൾവേസ് കീപ്പ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, പിന്നെ ഓപ്പൺ സ്കൂൾ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ, അത്തരം ഒരു പ്രോഗ്രാമായിട്ട് റൺ ചെയ്യുന്നതിന് ആരുടെയും അഫിലിയേഷൻ ഒന്നും ആവശ്യമില്ല. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മീറ്റ് ചെയ്യണം. എന്തായാലും അല്ല, ഞാൻ നാട്ടിൽ വന്ന ആരെയും മീറ്റ് ചെയ്യാറില്ല. ഞാൻ നാട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ നമ്മുടെ അവിടെ ആക്ടിവിറ്റിയിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെങ്കിലും നാട്ടിൽ വന്നാൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ് വിടുക ചെയ്യാം. അവരൊന്നും മീറ്റ് ചെയ്യാറില്ല. സോ 17th to 21st ഞാൻ നാരായണൻകുട്ടിയോടും ചോദിച്ചത് ഈസ് ഇറ്റ് പോസിബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് രാവിലെ അയച്ചത്. അത് പോസിബിൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ assume that you are able to get a group. നാരായണൻകുട്ടി is able to get a group. അങ്ങനെ കുറച്ച് പേര് ഗ്രൂപ്പ് കുട്ടികളൊക്കെ ആയിട്ട് വരണം. അമ്മമാരും അവരുടെ കുട്ടികളും മുത്തശ്ശന്മാരും ഒക്കെ ആയിട്ട് വരാം. ഏത് ക്ലാസ്സിലും ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്നവരായാലും ഏജ് 3 മുതലുള്ളവർ വരുമ്പോൾ ഏജ് 3 to grade 3 ആണെങ്കിൽ അവരുടെ പാരൻസ് വേണമെന്ന് മാത്രം. ഇത്രേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. എൻജോയ്. ഫുൾ ഫാമിലി വരണം എന്ന് പറയാം. ഇറ്റ്സ് ലൈക്ക് എ ഗ്രാൻഡ് ഫാദേഴ്സ് പ്ലേസ് വേർ പീപ്പിൾ ആർ കമ്മിങ് ഫോർ എ മാരേജ്. ഇറ്റ്സ് നോട്ട് എ ക്ലാസ്. അത് ക്ലാസ് അല്ല. ഇപ്പൊ എന്റെ പ്രോഗ്രാമിൽ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കണം ഇന്ന് രാത്രി. ഷറഫിനോട് പറഞ്ഞു. ഷറഫ് വാസ് മേക്കിംഗ് ഫുഡ് ഫോർ അസ്. അപ്പോൾ ഷറഫിന്റെ വിട്ടു പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആ സ്റ്റൈലിലോ അവർക്ക് അറിയില്ല എന്ന്. അപ്പോൾ ദ ഹോൾ പീപ്പിൾ വെൻ ടു ദർ ഹൗസ്. രാത്രി ഭക്ഷണം പാൽക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് കാണാം യൂട്യൂബിൽ ജ്ഞാനം ക്യാമ്പിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കുന്ന ക്ലാസ് ആണ് അന്ന് രാത്രിയത്തെ ക്ലാസ്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടി തിരിച്ചു വന്ന് രാത്രി കംപ്ലീറ്റ് ക്യാമ്പ് ഫയർ ആയിരുന്നു. സോ ഇറ്റ്സ് എ വെരി ഹൈലി ഇൻഫോർമൽ വേ ഓഫ് ലേണിംഗ് ആൻഡ് വർക്കിംഗ് ആൻഡ് പ്ലേയിങ് ടുഗദർ. അതാണ് ചെയ്യുക. നമ്മുടെ ക്യാമ്പിൽ നമ്മൾ സീഷോറിൽ പോവും ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം തെയ്യം കാണാൻ പോവും. ഇതൊക്കെ ഒരു പതിവാ. അതൊക്കെ അതിന്റെ ഭാഗമാണ് നാരായണൻകുട്ടിയൊക്കെ. വിജില, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന 4 ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരും അവരുടെ ഫാമിലിയും അല്ലെങ്കിൽ അവര് ക്യാൻവാസ് ചെയ്തിട്ട് വരുന്ന അവരുടെ കുട്ടികളും മെന്റേഴ്സും ഒക്കെ വരണം. ഇപ്പൊ വാട്ട് ഐ ആം പ്ലാനിങ് ഈസ് അസ്യൂം ദാറ്റ് യു ഹാവ് 1 മെന്റർ, ഒരു ടീച്ചർ. അവര് വരുന്നുണ്ടെങ്കിൽ
assume that you have got 5 children for a mentor. ആ മെൻറ്റർ ഡോണ്ട് ഹാവ് ടു പേ ഫോർ ദർ സർട്ടിഫിക്കേഷൻ. അവർക്ക് ഒരാഴ്ചത്തെ സർട്ടിഫിക്കേഷൻ വി വിൽ ഗിവ് പ്രൊവൈഡഡ് ദേ ഗിവ് 5 എൻട്രി കിഡ്സ്. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് അവർ റവന്യൂ ഉണ്ടാക്കുക. അപ്പോൾ ദേ നോ ഹൗ ടു മാർക്കറ്റ്. ഇൻഡയറക്ട്ലി വി ആർ ടീച്ചിങ് ദം ഹൗ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 5 ചിൽഡ്രൻ. അപ്പോൾ 5 കുട്ടികൾ 5 ദിവസം വരുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് 500 റുപ്പീസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ദേ ആർ പേയിങ് 2500 റുപ്പീസ്. ആ 2500 ബിക്കം 1 മെൻറ്റർക്ക് ഫ്രീ ആവും. ദേ വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റൻഡിങ് സച്ച് എ പ്രോഗ്രാം ഫ്രം ദ യൂണിവേഴ്സിറ്റി. അത് തിയറട്ടിക്കൽ ക്ലാസ് മാത്രം. ബട്ട് ദെൻ ദേ വിൽ ഹാവ് ടു വർക്ക് ഫോർ അനദർ. നമ്മൾ കൊടുക്കും, ഇന്നതൊക്കെയാണ് നിങ്ങൾ റിസർച്ച് ചെയ്ത്, ഇന്നതൊക്കെയാണ് ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, ഇന്നതൊക്കെയാണ് നിങ്ങൾ വീഡിയോ എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, പഠിപ്പിച്ചതിൻ്റെ ഫലം ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എ ഡോക്യുമെൻ്റ് ഫോർ അസ്. അത് നമ്മൾ പബ്ലിക്കായിട്ട് ഇടും. അത് ആ ഡോക്യുമെൻ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഡോക്യുമെൻ്റ് റൈറ്റിംഗ് ആവണമെന്നില്ല. ഇപ്പം 10ാം ക്ലാസ് പാസ്സായാത്ത ഒരാൾ എങ്ങനെയാണോ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാക്കും ഒരു റെക്കോർഡിങ്. a digital record ആയാലും that will become another certification for them. അങ്ങനെ 1, 2, 3 സർട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ we will give them higher and higher grade. ആ ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളത്. ഇപ്പോൾ അണ്ടർസ്റ്റുഡ്? ഹൈലി റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണ്, ബേസ്ഡ് ഓൺ. അതല്ലേ ഇത്തരം അക്കാഡമിക്സിന്റെ ഒരു ഗുണം. അതല്ലെങ്കിൽ ഗവൺമെന്റ് സ്ട്രക്ചർ പോലെ ആയി പോവില്ലേ? നമ്മൾ അവിടെ നിന്നൊക്കെ വിട്ട് വന്ന ആളാണ്. സോ ഐ വാണ്ട് ടു ബി മോർ ഫ്ലെക്സിബിൾ ആസ് ഐ ക്യാൻ. അപ്പൊ വിജിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയല്ലേ അവിടെ ഉള്ളേ? അപ്പൊ അവരൊക്കെ അറ്റൻഡ് ചെയ്യിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ആ പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാല് വിജിലന്റെ ആ ഒരു സ്കൂള് നെക്സ്റ്റ് ലെവലായിട്ട് ഗ്രോ ചെയ്യും, അങ്ങനെയല്ലേ? അതെ. ഇപ്പൊ നാരായണൻകുട്ടി റെഫർ ചെയ്തിട്ടാണ് വിജില എൻ്റെ അടുത്ത് എത്തിയത്. സോ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന 3 ടീച്ചേഴ്സിനെയും ഞാൻ എക്സ്പെക്ട് ചെയ്യാം. ഞാനൊരു ലിങ്ക് തന്നാൽ ഞാൻ ഉടനെ നോക്കുന്നത് ഗൂഗിൾ ഫോമിൽ വിജില രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇഫ് വിജില ഡിഡ് നോട്ട് രജിസ്റ്റർ, ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ കാണാം യു ആർ ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ് എന്നാണ്. ആ ഡോക്യുമെന്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ സി എ ലിങ്ക് ടു ജോയിൻ മൈ ഗ്രൂപ്പ്. അത് ചേർന്നിട്ടുണ്ടെങ്കിൽ ഐ നോ യു ഹാവ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അപ്പം നമ്മൾ 50 പേര് ചേരുമ്പോൾ ഞാൻ കാണുന്നത് 30 പേര് ചിലപ്പോൾ ഫോം ഫില്ലപ്പ് ചെയ്യും, പക്ഷെ അവർ ആ ലാസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ല. മനസ്സിലാവുണ്ടോ? അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കറിയാം അവർ ഇതുവരെ ഒരു ഗൂഗിൾ ഫോം പോലും ഫില്ലപ്പ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇവാലുവേഷനാണ്. ഇവരുടെയൊക്കെ ഹിസ്റ്ററി എൻ്റെ എക്സൽ ഷീറ്റിൽ ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. ചിലരിപ്പം നാരായണൻകുട്ടി വളരെ കീനാണ്, കിട്ടിയ ഉടനെ ഫോർവേഡ് ചെയ്യും, കുറേ പേർക്ക് പരിചയമുള്ളവരോട് സംസാരിക്കും. ഓക്കെ, സോ ഐ നോ വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് നാരായണൻകുട്ടി എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പം നമ്മൾ ഓരോരോ ആളോടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നർത്ഥം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോം വായിക്കുമ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് വായിക്കുക. ഒരു യൂട്യൂബ് കാണുമ്പോൾ അതിനകത്ത് കമൻ്റ് എഴുതുക. ആ കമൻ്റ് എഴുതാനുള്ള കഴിവുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. ദാറ്റ് മീൻസ് യു നോ ഹൗ ടു അപ്രീഷിയേറ്റ്, യു നോ ഹൗ ടു ഇവാലുവേറ്റ്, യു നോ ഹൗ ടു കറക്റ്റ്. മനസ്സിലാവട്ടെ? ഇപ്പം ഞാനിപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഫോം അയക്കുമ്പം ഹൗ ടു ഗെറ്റ് ദാറ്റ് ബുക്ക് എന്ന് ചോദിക്കുന്നവർ വളരെ കുറവാണ്. ആ ചോദ്യം വരുന്നതിൽ ഇല്ലായ്മയാണ് നിങ്ങൾ യു ബിക്കം നോട്ട് ക്വാളിഫൈഡ് ടു ഗെറ്റ് എ ജോബ് ഇൻ യുവർ ലൈഫ്. കാരണം ഇതെനിക്ക് എങ്ങനെ എത്താം എന്ന് ചോദിക്കുന്നൊരു ചോദ്യം വരുമ്പോഴാണ് ഓരോ പഠനത്തിലും അങ്ങനെയാണ്. ഞാൻ എന്തിനാ പഠിക്കണത്, വൈ ഷുഡ് ഐ റീഡ് ദിസ് എന്നൊരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ അതിനാണ് ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയാം. ഞാൻ അയക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലോജിക്ക്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യുവർ ലോജിക്കൽ റീസണിങ് ഈസ് ഗുഡ്. ഇത് നമ്മൾ കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു സാധനം വായിച്ചാൽ എന്താ ഇതിൻ്റെ കാരണം? ഇപ്പം ഇന്നലെ ഞാൻ ആടുജീവിതം കണ്ടു. ആ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് ഇത് എഴുതിയ നോവലും ആ കഥാപാത്രവും, അത് കഴിഞ്ഞ് സഞ്ചാരം എന്ന പ്രോഗ്രാമിൽ ആടിൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ കഥകൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഡോക്യുമെൻ്ററീസ് ഉണ്ട്. അത് ഫുൾ കണ്ടു ഞാൻ. സന്തോഷ് ചെയ്തിട്ടുള്ള അത്തരം ഡോക്യുമെൻ്ററീസ് ഈ ചെയ്തിട്ടുള്ള സിനിമയെക്കാളും 100 മടങ്ങ് മെച്ചമുള്ളതാണ്. പക്ഷെ അത് ഈ സന്തോഷ് കുളങ്ങരയുടെ
ഡോക്യുമെന്ററിക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ അജ്ഞാനത്തിന്റെ ഫസ്റ്റ് നോബൽ പ്രൈസ് കൊടുക്കാൻ വേണമെങ്കിൽ. ഈ സിനിമ വെറുതെ എക്സാഗറേറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ നോവലില് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സിനിമയിലേക്ക് പകർത്താൻ പറ്റില്ല. കാരണം അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത്രയും വൾഗറായിട്ടുള്ള സംഭവങ്ങൾ ആ നോവലിൽ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ നോവലിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നോവലിന് സർട്ടിഫിക്കേഷൻ ഇല്ല. എനിക്ക് എന്ത് വേണമെങ്കിലും പച്ചയായിട്ട് എഴുതാം. ഓക്കെ, അതിൽ ആടിൻ്റെ കൂടെ ജീവിക്കുന്ന ആ ക്യാരക്ടർ അതാരാണെന്ന് ഉള്ളത് അയാളിപ്പോൾ ഇത് സമ്മതിച്ചിട്ടില്ല. എൻ്റെ കഥയാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ സിനിമ കഴിയുമ്പോൾ ഇയാളുടെ ജീവചരിത്രമെന്ന് അവിടെ എഴുതിയാനെ. ആകെ എഴുതിയിട്ടുള്ളത് റിയൽ സ്റ്റോറിയുടെ കോപ്പിയാന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആരുടെ റിയൽ സ്റ്റോറിയാന്ന് ധൈര്യത്തിൽ പറയാൻ സിനിമക്കാരന് ധൈര്യമില്ലാണ്ടിരിക്കാൻ കാരണം നോവലിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും അയാൾ ഡിനൈ ചെയ്തിട്ടുണ്ട്. അത് ഡിനൈ ചെയ്യാൻ കാരണം അയാൾ ചെയ്തിട്ടില്ല എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ. കാരണം അയാൾക്ക് സെക്സിന് താല്പര്യമുള്ളപ്പോൾ, ആട് മാത്രമുള്ളപ്പോൾ ആടിൻ്റെ കൂടെ സെക്സ് ചെയ്തിട്ടുണ്ട് അയാൾ എന്നാണ് നോവലിൽ എഴുതിയിരിക്കുന്നത്. അത് ഏത് വ്യക്തിയും സമ്മതിക്കില്ല. മനസ്സിലായോ? അപ്പൊ അത് നോവലാണോ കറക്റ്റ്, അയാളുടെ ജീവിതമാണോ കറക്റ്റ്, അതോ സിനിമയാണോ കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പറ്റിക്കണ പരിപാടിയാണെന്നാ പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഇത്തരം ഇവാലുവേഷൻ നടത്തണമെങ്കിൽ നമ്മൾ വായിക്കുന്ന ആളാവണം, ഇതിനെ അനലൈസ് ചെയ്യുന്ന ആളാവണം. ഇതൊന്നും ചെയ്യാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ ബെസ്റ്റാന്ന് പറയുമ്പോൾ അത് യെസ് എന്ന് പറഞ്ഞു നടക്കും. അപ്പോൾ അതുണ്ടാവണമെങ്കിൽ ഇതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്. ലോജിക്കായിട്ട് നമ്മൾ ആലോചിക്കണം. ഇത് നമ്മൾ ചെറുപ്പം മുതൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് മക്കൾക്ക് ഉണ്ടാക്കിയെടുത്താൽ ദേ വിൽ ഗ്രോ മച്ച് ഹയർ. ഓക്കെ, അല്ലേ നാരായണൻകുട്ടി? നമസ്കാരം. ഞാൻ ഡോക്ടർ ടി പി ശശികുമാർ, ഡോക്ടർ TPS, ഹൈദരാബാദിലാണ്. കയ്യൊക്കെ ഒടിഞ്ഞിരിക്കുകയാണല്ലോ. നന്നായി ആരും പറയാറില്ല അല്ലേ? കൈ ഒടിഞ്ഞു എന്ന് പറയുമ്പോ ആരെങ്കിലും നന്നായി എന്ന് പറയാറുണ്ടോ? അതുകൊണ്ടല്ല, എന്താ അറിയോ, കൈ ഒടിഞ്ഞില്ലെങ്കിൽ വീഴുമ്പോ നമ്മുടെ തലയാണ് തട്ടുക. അപ്പൊ വീഴുന്ന സമയത്ത് കൈ കുത്തുന്നത് കൊണ്ടാണ് കൈ ഒടിയുന്നത്. ആ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ തല രക്ഷപ്പെട്ടു എന്നല്ലേ അർത്ഥം. ഞാൻ പല സ്ഥലത്തും പ്രോഗ്രാമിന് പോകുമ്പോൾ മൂക്കിനോ എവിടെയെങ്കിലൊക്കെ ആക്സിഡന്റ് കണ്ടാൽ ഞാൻ ഉടനെ അവരോട് ചോദിക്കുക, വീഴുമ്പോൾ മൊബൈൽ കയ്യിലുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. കാരണം മൊബൈൽ തട്ടാണ്ടിരിക്കാൻ പൊക്കി വെക്കുമ്പോൾ മൂക്ക് പോയി അടിക്കും. അപ്പൊ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. നന്നായി. വലത്തെ കൈക്കല്ലേ? ഞാൻ നോക്കാണ്ട് പറയാം. വലത്തെ കൈയാണോ അല്ലേ? കാരണം ആദ്യം നമ്മുടെ കൈ പോവാ വലത്തെ കൈയാണ് വീഴുമ്പോൾ. അത് ഇടത്തേതാണെങ്കിൽ ചിലപ്പം താങ്ങണം എന്നില്ല. കാരണം വലത്തെ കൈക്കാണ് നമുക്ക് ഇത് കഴിവ് കൂടുതലുള്ളത്. അപ്പൊ വീഴുമ്പോൾ മിക്കവാറും വലത്തെ കൈയാത്തണ്ട്. റൈറ്റ്. അപ്പൊ കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്കുള്ള ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുള്ളൂ. മൂക്കിനോ പല്ലിനോ ഒക്കെ അടിച്ച് പല്ലൊക്കെ പോയി കഴിഞ്ഞാലോ കുറച്ചും കൂടി ആക്സിഡന്റ് ആവില്ലേ? ഞാൻ കുറെ സന്തോഷം. ഞാൻ കുറെ വന്നിട്ടുള്ള സ്ഥലമാണ് മട്ടന്നൂരൊക്കെ. ഇപ്പൊ മട്ടന്നൂർ വരാണ്ട് കണ്ണൂർ എത്താൻ പറ്റില്ലല്ലോ, എയർപോർട്ട് അവിടെയല്ലേ. മട്ടന്നൂരിനടുത്തൊരു മുട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് എന്റെ മകൻ വിവാഹം കഴിച്ചത്. ആ LP സ്കൂളിന്റെ ഡയഗണലി ഓപ്പോസിറ്റ്. ആ കൊറേ ഒരു കൊളോളത്താണ് എന്റെ ഏട്ടനുണ്ടായിരുന്നത്, TP നാരായണൻ. SBI റിട്ടയർ ആയിട്ട് താമസിച്ചത്. അവിടെയാണ് എന്റെ ഏട്ടന്റെ മോള് പ്രമീള താമസിക്കുന്ന. അവിടെയാണ് അവരുടെ വൈഫ്. അവിടെയായിരുന്നു. KT തറവാടാണ്, കൂടാളി താഴത്തെ വീട്ടില്. അതെന്റെ ബന്ധുക്കളാ. KT എന്റെ ബന്ധുക്കളാ. മട്ടന്നൂർ കോളേജിൽ ഒരു TP രവീന്ദ്രൻ ഉണ്ട്, പ്രൊഫസർ TP രവീന്ദ്രൻ. ആ മലയുടെ മുകളിൽ ഒരു ഓൾഡ് ഏജ് ഹോം നടത്തുന്നില്ലേ, അതിന്റെ പിന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ്. ഞങ്ങൾ ഒരേ പ്രായത്തിൽ. രവിയും ശശിയും ഒരു പേരാണ്, ട്വിൻസ് ആണ്. അതുപോലെ ഞാനും എന്റെ കസിൻ. മട്ടന്നൂരായിട്ട് അങ്ങനെ കുറെ ബന്ധമുണ്ട്. അതിലൊരു കൗസല്യ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട്. അവള് മട്ടന്നൂരാണ്, എന്റെ കൂടെ പഠിച്ചതാണ്.
ഇവരൊക്കെ ടീച്ചർമാരായിരുന്നു. എൻ്റെ മകൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ അതേ ആ ഭാഗത്തൊക്കെ സ്കൂൾ ടീച്ചറാണ്, മുട്ടന്നൂരും. ഇപ്പൊ സന്തോഷം, വിജിലേനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നന്നാക്കി ആക്റ്റീവായിട്ട് മാറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ആക്റ്റീവായിരിക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ എൻ്റെ വീടൊന്ന് കാണണം ജ്ഞാനം. പിന്നെ ഇന്റർനെറ്റ് പോയിട്ട് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ TPS അടിച്ചാൽ 3 വീടുകൾ കാണാം. ഒന്ന് നടുവില്, ഒന്ന് ഇരിങ്ങാലക്കുട, ഒന്ന് ഹൈദരാബാദ്. ആ 3 സ്ഥലത്തും ആക്ടിവിറ്റീസ് ആണ് ചെയ്യാറുള്ളത്. രവി ഞാൻ ഒരേ സ്ഥലത്താണ്. TP രവി നമ്മുടേതാണ് നടുവിൽ സ്കൂൾ, ഞങ്ങളുടെ മാനേജ്മെന്റ് ആണ്. അതെ, അവിടുത്തെ ഏറ്റവും പഴയ വീട് ഒരു 200 വർഷം പഴക്കമുള്ള എൻ്റെ ആണ്. ജ്ഞാനം എന്നാണ് വീട്ടിന്റെ പേര്. കഴിഞ്ഞ ദിവസം നമ്മുടെ മാഷിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മാഷിന്റെ മോനെ കാണാൻ വേണ്ടി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടു. വണ്ടർഫുൾ. ഞാൻ വന്നിട്ടുണ്ട് ഓണത്തിന്റെ ഗസ്റ്റ് ആയിട്ട്. ആ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന്. സെപ്റ്റംബർ 6 മട്ടന്നൂര് ഞാൻ ഗസ്റ്റ് ആയിരുന്നു. അതെയാ, ഗുഡ്. നല്ല നല്ല സ്ഥലമാണ് അത്. ഇപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ എത്താനുള്ള അപ്രോച്ച് റോഡ് മാത്രമേ മോശമുള്ളൂ. ചെറിയ വഴിയും മുകളിൽ കയറി പോക്കെ വേണ്ടേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതെ, പക്ഷെ എന്നാലും ഇപ്പോഴും കഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഈ സിറ്റിയിൽ, ഹൈദരാബാദ് സിറ്റിയിലൊക്കെ ജീവിക്കുമ്പോൾ അത്ര സ്ഥലത്ത് പോകുമ്പോൾ ഒരു ബോറടി. ഗുഡ്. ഇപ്പൊ പറയൂ നാരായണൻകുട്ടി. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വരാല്ലേ. അത് നിങ്ങള് ഞാൻ അയച്ചു തന്നിട്ടുള്ള സംഭവം കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുക. 7-ാം തീയതിക്കുള്ള പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക, ബാക്കിയുള്ളവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. കാരണം ഇത്ര കാഷ്വലായിട്ടും ഇൻഫോർമലായിട്ടും ആവില്ല നമ്മൾ 7-ാം തീയതി G-Meet നടത്തുമ്പോൾ. മെയിൻ തിങ് ഇറ്റ് വിൽ ബി ഇംഗ്ലീഷ്, റൈറ്റ്? ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് എ പ്രസന്റേഷൻ ഫോർ. ഞാൻ പവർ പോയിന്റ് ഒന്നും ഉണ്ടാവാറില്ല, സാധാരണ ഇന്ററാക്ഷൻ ഉണ്ടാവുക. പക്ഷെ അതിൽ കുറെ ക്വസ്റ്റ്യൻസും ചിലപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇന്ററാക്ഷനും. ആൻഡ് ഇറ്റ്സ് എ ന്യൂ ഫിലോസഫി. ഇറ്റ് ഡസൻ ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ടൊന്നും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അതിൽ ഞാൻ പോയി ഇൻവോൾവ് ചെയ്ത് മാറ്റം വരുത്തിയിട്ടുള്ള ചില ആൾക്കാർ കൂടെ അതിനകത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം മോർ കൺവിൻസിങ്. ഓക്കെ, ഇപ്പൊ ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ വിജില വിൽ തിങ്ക് ഐ ഹേർഡ് ദിസ് ഹൗ ഇറ്റ് ഈസ് എന്ന് പറയല്ലോ ഒരു 3-4 പ്രാവശ്യം. അപ്പൊ ഇത്രയും വിശദമായിട്ട് നാരായണൻകുട്ടി കേട്ടിട്ടേ ഇല്ല. ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ നാരായണൻകുട്ടിയുടെ സ്ഥലത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ തുടങ്ങാം അവിടെ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെയാണ്, ഞാൻ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. സോ ഐ ഡു വെരി ഫാസ്റ്റ്. വിജിലയുടെ ആദ്യത്തെ മെസ്സേജ് വന്നപ്പോൾ സംഹൗ ഇറ്റ് മിസ്ഡ് ബിക്കോസ് എൻ്റെ BSNL അത്ര ആക്റ്റീവ് അല്ല. ഞാൻ എയർടെല്ലിൽ ഞാൻ മറ്റേ ഫോണിൽ നിന്നാണ് ആക്റ്റീവായിട്ട് അയക്കുക. അതുകൊണ്ടാണ്. പിന്നെ ആ സമയത്ത് കണ്ടിന്യൂസ് ട്രാവലാണ്. നോർത്തിൽ ട്രാവൽ ചെയ്യുമ്പം യു ഡോണ്ട് ഗെറ്റ് കണക്ഷൻസ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡോക്ടർ TPSന്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ I was feeling so grateful. അല്ല, ഞാൻ എല്ലാ ദിവസവും 1000 പേർക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്, ഒരാൾക്കല്ല. സോ ഇറ്റ്സ് എ റെഗുലർ ആക്ടിവിറ്റി ഫോർ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സംഭവമല്ലേ അല്ലേ നാരായണൻകുട്ടി? അല്ലേ, നമ്മൾ എല്ലാ ദിവസവും കുറേ പേർക്ക് മെസ്സേജ് അയക്കുക. പക്ഷെ അതിന് ക്വിക്ക് റിപ്ലൈ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. റിപ്ലൈ ആക്ഷൻസും റിയാക്ഷൻസും അല്ല എനിക്കിഷ്ടം, റെസ്പോൺസ് ആണ്. റെസ്പോൺസ് മീൻസ് ഗൂഗിൾ ഫോം ഉണ്ട്, ഉടനെ അതിനകത്ത് പോയി ഫില്ലപ്പ് ചെയ്ത് ഇതിനെ ഗ്രൂപ്പിൽ ചേരുക. അപ്പം നമുക്ക് മനസ്സിലാവും ദിസ് പേഴ്സൺ ഈസ് മോർ ആക്റ്റീവ്. അതാണ് ആവശ്യം. അപ്പൊ 17-ാം തീയതി എങ്ങനെയാണ് വിജില വരുന്നത്? ആരൊക്കെയാണ് ഉണ്ടാവുക? എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? അല്ല, അത് ഷീ ഷുഡ് വർക്ക്, ഡു എ മാർക്കറ്റിംഗ് ആൻഡ് ദെൻ സീ. ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി യു ഷുഡ് അറേഞ്ച് എ വെഹിക്കിൾ ആൻഡ് ദെൻ ബ്രിങ് ഓൾ ഓഫ് ദം ടുഗദർ, സ്പെൻഡ് എ ഹാഫ് ഡേ ആൻഡ് ഗോ. ഓക്കെ, യു ആർ വെൽക്കം ടു സ്പെൻഡ് ആസ് ഫുൾ ഡേ ആസ് യു വാണ്ട്. പക്ഷെ അതൊക്കെ യു ഷുഡ് പ്ലാൻ. അപ്പൊ അങ്ങനെയായാലേ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാം. യു ഷുഡ് പ്ലാൻ എവറിതിങ്. കാരണം ഇതൊക്കെ കുറച്ച് ഒരു പ്ലാനിങ് അത്യാവശ്യമായിട്ടുള്ളതാണ്, മാർക്കറ്റിംഗ് അത്യാവശ്യമായിട്ടുള്ളതാണ്. അത് ചെയ്യുമ്പോഴാണ് പീപ്പിൾ ഗെറ്റ് കൺവിൻസ്ഡ്. നോ,
ഒരു ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാം നടത്തുന്ന സമയത്ത് can attend for a day or two and then see whether it is worth. അങ്ങനെയാവാം, നോ പ്രോബ്ലം. ശരി, ഒരു നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ടായി അല്ലേ? വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ. അതോ ഡോക്ടർ TPSനെ ഇതിൽ പണ്ടേ അറിയുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലേ? ഭയങ്കരമായിട്ട് എവിടെയോ ഒരു കണക്ഷൻ. മീൻസ് അതേ ഒരു വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ഒരാളെ നമ്മള് ഇത്രയും ഒരു ഇതിൽ കണ്ടിട്ടില്ല ശരിക്കും. കാണാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കൂടെ ചെയ്യാന്നുള്ളത്. എനിക്കൊന്നും ആവശ്യമില്ല ജീവിതത്തിൽ, ബിക്കോസ് ഐ എം ഇൻ ദ വെർജ് ഓഫ് മൈ ലൈഫ്. സോ ഐ ഡോണ്ട് ഹാവ് എനി നാരായണൻകുട്ടിക്ക് അറിയാം, ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബഡി. I don't have anything to give to somebody, but I will only connect to people and then make them to act together. അതിലൊരു ഒരു കുറച്ചൊരു മീഡിയം ആവാൻ സാധിച്ചാൽ അതാണ് എൻ്റെ അറിവ്. അങ്ങനെ കുറേ പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതം. അത് ആ ഉള്ള സമയം കുറച്ചും കൂടി ലൈവ്ലി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇതേ ഒരു ഫ്രീക്വൻസിയിലാണ് എൻ്റെ തോട്ടും ഡോക്ടർ TPS. ഇതേ ഫ്രീക്വൻസിയിലാണ് ഞാനും ചിന്തിക്കാറ്. ഈ ഒരു ഏജിൽ എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റിയത് ഒരു മഹാഭാഗ്യം. We will see what and how we can become useful for somebody else in the world. Yes, അതാണ് ultimate ആയിട്ട്. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നൊന്ന് അറിയണല്ലോ, എന്തെങ്കിലും ഒരു കയ്യൊപ്പ് ഇവിടെ വെക്കണല്ലോ. Okay. Yes, thank you so much. Thank you.